ഹായ് ഹലോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വിറ്റ് ടോക്സ്. നമുക്കിതൊരു ഗസ്റ്റ് ഉണ്ട്. ജോൺ ജോയുടെ സിനിമാ ബന്ധങ്ങൾ അവസാനിക്കുന്നില്ല. നീണ്ട കരങ്ങൾ. ആൾക്കാർ നമ്മൾ ഹക്കീമിനെ കൊണ്ടുവന്നപ്പോൾ ഇനിയുമുണ്ടോ ജോണിന് സിനിമാ സുഹൃത്തുക്കളുണ്ട്, ജോൺ ജോയ്ക്ക് ഇനിയുമുണ്ട്. ജോൺ ജോ സിനിമയിൽ എത്തിയില്ലെങ്കിൽ ജോൺ ജോയുടെ സുഹൃത്തുക്കൾ എല്ലാവരും സിനിമയിലെത്തി. അവരൊറ്റ പ്രതീക്ഷയിലാണ് ഞാനും ജോൺ ജോയോട് നിൽക്കുന്നത്. ജോൺ ജോയുടെ സുഹൃത്തുക്കളെ എന്തെങ്കിലും സിനിമയിലെത്തും. എന്റെ മോനെ എന്റെ കൂടെ നടന്ന് മുടിഞ്ഞു പറഞ്ഞെടുക്കണേ എപ്പിസോഡ് എടുക്കണം. അത് കൂടുതലല്ല, അതിലാണ് നമ്മൾ പെടുന്നത്. ജോൺ ജോയുടെ സുഹൃത്തായ നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമയെ കണ്ട് പരിചയമുള്ള അരുൺ സണ്ണിയാണ് നമ്മുടെ ഗസ്റ്റ്. അരുൺ സണ്ണി, വെൽക്കം ടു വിറ്റ് ടോക്സ്. അപ്പൊ നീ മറ്റേ ഇൻട്രോ എന്താ പറയണ്ടിരുന്നത്? പൃഥ്വിരാജിന്റെ അരുൺ സണ്ണി ജോൺ ജോയുടെ കൂട്ടുകാരൻ എന്ന് പറയുന്നതിനേക്കാൾ മോഹൻലാൽ അനിയൻ, ഉണ്ണി മുകുന്ദന്റെ കസിൻ, എന്തിനധികം പറയുന്നു മാർക്കോയിൽ കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ട വളരെ ചുരുക്കം ആൾക്കാരിൽ ഒരാളാണ് അരുൺ സണ്ണി. ശത്രു അത് തന്നെ ബേബി ജോൺ. നമ്മൾ റീസെന്റ് ബേബി ജോൺ എനിക്കൊന്ന് ആൾക്കാർ കാണാൻ സാധ്യത, അത് ഏറ്റവും വലിയ കുഴപ്പം. ഞാൻ എല്ലാ സിനിമയും കാണുന്ന ഒരാളാണ് തിയേറ്ററിൽ. പക്ഷേ ഞാൻ തെറിയുടെ ഒരു റീമേക്ക് എന്ന് പറയുമ്പോൾ എന്തിനാ ഇനിയിപ്പോൾ ഇത് കാണുന്നതെന്നൊരു തോന്നുന്നു. മലയാളികൾ കാണാൻ കുറച്ച് ചാൻസ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് വിജയ് ഫാൻസ് കൂടെ കൂടുതലാണ്. അപ്പൊ അത് കാണാൻ ഫസ്റ്റ് വരുമ്പോൾ തന്നെ അവരൊന്ന് എതിർക്കും. നോർത്തിലായിരിക്കും കൂടുതൽ കാണാൻ. പക്ഷെ അവിടെയും പടം ഫ്ലോപ്പ് ചെയ്തതാണ് സംഭവം. ഭയങ്കര റീപ്ലേസ് ആയി. അത് തമ്മിൽ കോമ്പറ്റീഷൻ ആണ്. അത് ഭയങ്കര രണ്ട് പടം. പക്ഷെ ഇതിൽ രണ്ടിലും ഞാനുണ്ട്. ഇവിടെ സന്തോഷം ഇവിടെ വിഷമമല്ലേ. മറ്റേ എന്താണ് ഒരമ്മയ്ക്ക് രണ്ട് കുഞ്ഞുങ്ങൾ, ഏതാ നല്ലത്? ബേബി ജോണിൽ വരുന്നവൻ ഇൻട്രോ സീൻ ചെയ്തിരിക്കുന്നത് കൂടെ മറ്റേ വിജയുടെ സീൻ കണ്ടവർക്ക് ഓർമ്മ. ശരിക്കും ഇവനെ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവാ. ഇവൻ കുറെ ആഡ് ചെയ്തിട്ടുണ്ട്, നാഷണൽ ആഡ്സ് കുറെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവന്റെ ഈ ഫേസ് ഒരു മലയാളി ഫേസിന്റെ ഒരു ഇതല്ലാതെ കാരണം ഇത് ഇവിടെ ഉള്ളത് തന്നെയാണോ എന്നൊരു സംശയം തോന്നും അല്ലേ? ഞാനേതോ എന്നെ അറിയാന്ന്, ഞാനിവിടെ ലോക്കലാന്ന് ആർക്കും അറിയില്ല. നമുക്ക് ഈ എപ്പിസോഡിൽ അതറിയാം. അതാണ് എപ്പിസോഡിന്റെ തൃശ്ശൂർ പ്രൊഡക്റ്റ് ആണ് അരുൺ സണ്ണി. അങ്കമാലി, തൃശ്ശൂർ. വീട് ശരിക്കും അങ്കമാലി, കുറുമശ്ശേരി എന്ന് പറയും. കുറുമശ്ശേരി കുറെ കലാകാരന്മാരുള്ള സ്ഥലമാണ് കുറുമശ്ശേരി എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ കണ്ടുമുട്ടുന്നത് ഞങ്ങൾ കോളേജ് സുഹൃത്തുക്കളാണ്. ഒരുമിച്ച് കോളേജിൽ പഠിച്ചു, ആക്ട് ലാബിൽ ഉണ്ടായിരുന്നു. ഈ ആക്ട് ലാബിൽ വന്ന് എന്റെ കൂട്ടുകാരിലവരൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ കറക്റ്റ് ആയിട്ട്. മെഡ്സില് അത് കഴിഞ്ഞ ആക്ട് ലാബിലാണ് കാണുന്നത്. പിന്നെ ഓഡീഷനുകൾക്ക് പരസ്യങ്ങളുടെ ഓഡീഷൻ ഞാൻ കാണാറുണ്ട്. ശിവുവിനെ സിനിമയുടെയും പരസ്യത്തിന് നമ്മൾ ജോണിന്റെ രക്ഷപ്പെട്ട കൂട്ടുകാരെല്ലാം കൊണ്ടുവരുമ്പോൾ ചോദിക്കുന്നത് ഒരു ടെംപ്ലേറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ജോൺ എന്തുകൊണ്ടാണ് രക്ഷപ്പെടാത്തത്? അത് ഇവിടെ ചോദിക്കുന്നത്. ഫേമസ് അല്ലേ? കിട്ടിയില്ലേ? നിങ്ങള് എങ്ങനെയാ പണ്ടേ സിനിമ അഭിനയം അങ്ങനെയൊക്കെയുള്ള ആളായിരുന്നു അതോ? ഇവൻ ഉണ്ടായിരുന്നുണ്ടാവും. ഇവൻ വിനീത് ശ്രീനിവാസനൊക്കെ കോളേജിൽ ആൽബം ഷൂട്ട് ചെയ്യാനുള്ള സമയം തുടങ്ങി. ഫസ്റ്റ് ആൽബം അത് നമ്മുടെ മെറ്റ്സിലെ ഷൂട്ട് ചെയ്തത്. അവിടെ നിന്നാണ് ഞാൻ എണീറ്റ് നിന്ന് കൈയടിച്ചൊക്കെ എപ്പോഴും വെച്ചാൽ പുള്ളി നമ്മുടെ കോളേജിൽ ഫസ്റ്റ് ഗസ്റ്റ് ആയിട്ട് വന്ന ഒരു സംഭവം ഉണ്ട്. പുള്ളി ഒരു ഇൻസ്പിറേഷൻ ടോക്സ് ഒക്കെ നടത്തിയിരുന്നു. വിനീത് ശ്രീനിവാസൻ പുള്ളി എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പുള്ളിയുടെ പാഷൻ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു സംഭവം അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എണീറ്റ് നിന്ന് കൈയടിക്കുന്നതും അന്ന് നമ്മളെ എപ്പോ കോളേജിൽ നിന്ന് പുറത്താക്കും എന്നുള്ളൊരു സംഭവത്തിലായിരുന്നു. ഇത് ലാസ്റ്റ് ഇയർ ആണ് ഈ സാധനം അറിയണം. അപ്പൊ ഇത് എന്തായാലും വീട്ടിൽ നിന്ന് പോയാൽ പറ്റും. എഞ്ചിനീയറിംഗ് എന്നുവെച്ചാൽ 4ാമത്തെ ഇയർ ആയി. ആ സമയത്ത് ഇനി വേറൊരു കോഴ്സിന്റെ ഇതൊന്നുമില്ല. അപ്പൊ ആ സമയത്ത് ഞാൻ ആലോചിക്കുന്നത്, അപ്പൊ പുള്ളി ആ സമയത്ത് കോളേജിൽ ഒരു ചേട്ടനില്ലേ നമ്മുടെ സന്ദീപിന്റെ ചേട്ടൻ, മ്യൂസിക് മറന്നുപോയി. ചേട്ടൻ ഒരു ഇത് ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഫസ്റ്റ് ഞങ്ങൾ അഭിനയിച്ചിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് വിനീത് ശ്രീനിവാസൻ കോളേജിൽ വന്നിട്ട് ചോദിക്കുന്നത്. പുള്ളിക്ക് കോളേജ് ഇത് കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു നമുക്കന്ന് ഇവിടെ ഷൂട്ട് ചെയ്താലോ എന്ന് പുള്ളി പെർമിഷൻ ചോദിച്ചു. അപ്പൊ അഭിനയിച്ച എക്സ്പീരിയൻസ് ഉള്ളവർ, അപ്പൊ അതിന് മുന്നത്തെ ആഴ്ച എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് നടന്മാരെ വേണം. അപ്പൊ പുള്ളി കണ്ടപ്പോ ഓക്കെ നമ്മളിപ്പോ ക്ലാസ്മേറ്റ്സ് എന്നാണ്. അതാണ് പുള്ളിയും ഷാൻ റഹ്മാന്റെ ഫസ്റ്റ് ഇത് കൊളാബ് ഫസ്റ്റ്. അത് ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ. അപ്പൊ ആ ആൽബത്തിൽ 1-2 ഞങ്ങൾ അഭിനയിച്ചു. പിന്നെ ഞങ്ങൾ ആക്ടേഴ്സ് ആയി അവിടത്തെ. അതായിരുന്നു ഫസ്റ്റ് ഇത്. ഇല്ല ഞാൻ അതില് വന്നിട്ടില്ല. അതില് ആ സമയത്ത് വന്നു. അന്ന് നമ്മൾ ഇങ്ങനത്തെ അറ്റൻഡൻസ് ഉണ്ടാക്കാനുള്ള അഭിനയം മാത്രമേ മ്യൂസിക് സീനിലാണല്ലേ. പ്രാവശ്യം ഗിറ്റാറും കൊണ്ട് കയറിയുണ്ട്. അബ്ദും കൂടി നമ്മൾ ലൈവ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. സിംഗർ ഉണ്ട്. ഇതെല്ലാം ഡ്രാമ, നാടകം അങ്ങനെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു മുമ്പ് വിനീത് ശ്രീനിവാസനെ കാണുന്ന കോളേജ് സ്കൂളൊക്കെ? സ്കൂളിൽ നമ്മൾ ചെയ്യുമായിരുന്നു വെച്ചാൽ മറ്റേ നിർബന്ധമായിട്ട് ഇത്ര പിള്ളേർ ഇതിൽ അവതരിക്കും. ഇപ്പം അങ്ങനത്തെ പരിപാടികളുണ്ടല്ലോ. അത് മറ്റേ എന്താണ് എന്തെങ്കിലുമൊക്കെ മറ്റേ പ്രച്ഛന്ന വേഷം അത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതിലൊക്കെ ചെയ്യുന്നല്ലാണ്ട്. പിന്നെ കോളേജിൽ ഒരു സാധനമുണ്ട് ഞങ്ങൾ ചെയ്ത് മറ്റേ അറ്റൻഡൻസ് കിട്ടാൻ വേണ്ടി. അത് റെക്കോർഡഡ് ബാലെ സാധനം ഉണ്ടായിരുന്നു.
ഒരു ബാച്ചിലെ ആമ്പിള്ളേർ ഫുൾ ഇറങ്ങി. റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതിന്റെ പ്രൂഫ് വേണം, റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ പ്രൂഫ് ഉണ്ടെങ്കിലേ ഈ സംഭവം അറ്റൻഡൻസ് തരുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും. തലേ ദിവസം വരെ ഈ ഡാൻസ് കളിക്കാൻ അറിയില്ല, പാട്ട് പാടാൻ അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവസാനം തലേദിവസം ആരാണ്ട് ഒരു റെക്കോർഡ് ബാല കൊണ്ടുവന്നു. അതിൽ ഞാൻ നോക്കിയപ്പോ കോളേജിലൊരു 50 ഈ പറഞ്ഞ എല്ലാ ബാച്ചിലെ പിള്ളേര്, സാധാരണ ഓരോ ബാച്ചിനായിരിക്കില്ല, ഇത് മിക്സ് ചെയ്തിട്ട് എല്ലാവർക്കും വേണം അറ്റൻഡൻസ് കൊടുക്കണം. കൊളാബ് പരിപാടിയൊക്കെ അന്നേ ഞങ്ങൾ തുടങ്ങിയതാ. ഫുള്ളി ബാലയില് ഓരോരോ വേഷങ്ങളിൽ വന്ന് പോകുന്നു പരിപാടി. അങ്ങനെ ഞങ്ങൾ അറ്റൻഡൻസ് ഒരെണ്ണം ഒപ്പിച്ചെടുത്തു. ഞാൻ ഫാഷൻ ഷോയിലായിരുന്നു ഫാഷൻ ഷോ ആയിരുന്നു. ഞാൻ ഡാക്കിനി, എന്റെ കൂടെ തന്നെ ഞങ്ങളുടെ കോളേജില് ഒരു ഹൈറ്റിലുള്ള ഡാർവിൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനാണ് ലുട്ടാപ്പി. കോളേജിലെ ഏറ്റവും സാർ ഫ്രണ്ട്ലി ഞങ്ങളുടെ കോളേജിൽ ഏറ്റവും ഹൈറ്റുള്ളത് ഏറ്റവും ഹൈറ്റ് പറഞ്ഞ ഇവരുടെ കോമ്പിനേഷൻ അങ്ങനെയായിരുന്നു. അതുപോലെ ടിനി ടോമും അതില് ഒരു സാധനം ഉണ്ട്. ഞങ്ങൾ ഇവിടെ വന്ന് ഫ്രണ്ടിലൊക്കെ ഭയങ്കര മ്യൂസിക് ഇട്ട് കഴിഞ്ഞിട്ട് മറ്റേ മ്യൂസിക് മാറും. അപ്പൊ ഇവൻ ചാടിയിട്ട് എന്നെ ഒക്കത്ത് അതിന് ഞാൻ രണ്ടാട്ടാട്ടിട്ട് താഴെ വെച്ചിട്ട് വീണ്ടും മ്യൂസിക് മാറും. നമ്മൾ ഇറങ്ങി ഇപ്പൊ നമ്മള് റീൽസിൽ കാണാൻ ടെക്ടോവും ആ ശബ്ദങ്ങളൊക്കെ മറ്റേ കോയിൻ വീണ പരിപാടി, ആ സാധനമൊക്കെ അന്ന് സ്റ്റേജിലിടും പരിപാടി. ഇത് വരും, അതായത് ഭയങ്കര മ്യൂസിക്കിൽ വരും. എന്നിട്ട് ഈ കോമഡിക്ക് ഇടാൻ വേണ്ടി ഈ സംഭവങ്ങൾ പരിപാടി. ഇത് കഴിഞ്ഞിട്ട് സീനിയേഴ്സിന്റെ ഒറിജിനൽ ഫാഷൻ അവര് വൃത്തിക്ക് കറക്റ്റ്, അതായത് ഭയങ്കര ലുക്കും പരിപാടിയൊക്കെ പിടിച്ച് ചെയ്യും. നമ്മള് വാളിത്തരം ചെയ്യും. സീനിയേഴ്സ് ശരിക്കും ഷെഡിപ്പുറത്താ, അവൻ ഷെഡിപ്പുറത്താ അതേ പരിപാടി. വാലൊക്കെ വെച്ച് ഫുൾ ചോന്ന പെയിന്റ് ഒക്കെ അടിച്ച് സൂപ്പർമാൻ ഏകദേശം അതേപോലെ. സൂപ്പർമാൻ ഇത്തിരി അധികമായിരുന്നു. മറ്റേ ലെഗിങ്സ് പോലെ സാധനല്ലേ, അതൊക്കെ ഇട്ടിട്ട് മൊത്തം പുറത്തേക്ക് ഇങ്ങനെ എന്നിട്ട് ആളെ എളിയില് കൈ വെച്ചിട്ട് കറക്കണം. സൂപ്പർമാൻ കുറച്ച് പ്രൊഫഷൻ കൂടുതലായി. സൂപ്പർമാൻ പറക്കണതിന് മുമ്പ് അവന്റെ കൊല്ലത്തോടുകൂടി ഫാഷൻ ഷോ നിർത്തി. കോളേജ് നിർത്തിയല്ലോ നിങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക്? എഞ്ചിനീയറിംഗ് നിർത്തി. കോളേജ് ഇല്ലേ ഉണ്ടോ? എഞ്ചിനീയറിംഗ് ഇല്ലാന്നാ കേട്ടെ. കോളേജ് കോമഡി ഇല്ല. അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ക്ഷണിക്കാൻ വേണ്ടി. എന്തിന്? ഗസ്റ്റ് ആയിട്ട്. ആ കോളേജിൽ ഞങ്ങൾ ഇറക്കി വിട്ടതാ. അപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് അവരുടെ പ്രിൻസിപ്പളും എല്ലാരും വന്നിട്ടുണ്ട് വീട്ടിലേക്ക് ഗസ്റ്റ് ആയിട്ട്. ഞാൻ വിചാരിച്ചു എന്ത് ഗസ്റ്റ് ആയിട്ട് പോകാൻ വേണ്ടി. എന്റെ ഭാഗ്യത്തിനൊന്ന് ഷൂട്ട് ഉണ്ട്, ഏത് പറഞ്ഞാൽ രക്ഷപ്പെട്ട്. ഞങ്ങളെ പുറത്താക്കാൻ വേണ്ടി പ്രിൻസിപ്പൾ ലെറ്റർ തന്നതാ. എങ്ങനെയെങ്കിലും വേറൊരു സംഭവം ഉണ്ട്. ഞാൻ ഈ കോളേജിന്റെ പേര് പറയാണ്ട് വേറൊരു പേര് വെച്ചിട്ട് ഞാനൊരു സാധനം അടിച്ചിറക്കിണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മളെ കൂടെ പറയുന്നവർക്കൊക്കെ അറിയാം. ഇവൻ ഒരു ദിവസം വിളിച്ചിട്ടേ, എടാ എന്നെ നമ്മളെ മെസ്സിന്റെ ചെയർമാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചായിരുന്നു. എനിക്ക് അവന്റെ നമ്പർ എടുത്ത് അവൻ കോളേജിനെതിരെ അല്ല, ഇവൻ വിചാരിച്ചേക്കുന്ന എന്തോ കാര്യത്തിന് എന്നെ വിളിക്കാനും ഇവൻ നമ്പർ കൊടുത്തു. നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. എടാ ജോണ നിന്റെ നമ്പർ ചോദിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ പരിപാടിക്കാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞു നീ എന്റെ കഴിഞ്ഞ എപ്പിസോഡ് ഇറങ്ങിയത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പ്രോഗ്രാം കണ്ടിരുന്നില്ല. അപ്പൊ എന്നെ വിളിച്ചിട്ട് ചെയർമാന്റെ മാനേജർ വിളിച്ചിട്ട് ജോണിന്റെ നമ്പർ അത്യാവശ്യം വേണം. അപ്പൊ ഞാൻ ഗസ്റ്റ് ആയിട്ടായിരിക്കും. ഞാൻ പിന്നെ നമ്പർ കൊടുത്തിട്ട് ഇപ്പൊ പറഞ്ഞു എന്റെ ഒരു പ്രോഗ്രാം ഇറങ്ങിയിട്ടുണ്ടായി. ഞാൻ നോക്കുമ്പോ വെച്ച് കാത്തിനാണ് കോളേജിലെ മറ്റേ അടപടലം മൂച്ചിക്കുന്ന ഒരു എപ്പിസോഡ്. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഏതൊരു അല്ല സംഭവം. അത് കഴിഞ്ഞിട്ട് ലൈബ്രറിയിൽ ആരൊക്കെയോ വിളിച്ചു. അപ്പൊ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഈ കോളേജിൽ പഠിച്ചതെന്ന് അറിയില്ല. ഇടയ്ക്കൊക്കെ വായു എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു കോളേജിന്റെ പേരൊന്നും പേര് മാറ്റി പറഞ്ഞു. പേര് മാറ്റി പേര് പറഞ്ഞു. ഞാൻ കണ്ടിരുന്നു. ഇത് കഴിഞ്ഞാണ് ഞാൻ കണ്ടത്. അപ്പൊ കോളേജിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പഠിച്ചവർക്കും ഇവ വിചാരിച്ച പ്രോഗ്രാമിന് വിളിക്കാതെ ഞാൻ നീ നമ്പർ കൊടുത്തല്ലേ. അല്ല ഞാൻ വിചാരിച്ചു ഗസ്റ്റ് ആയിട്ടല്ലേ വിളിക്കുക. എന്നെ വിളിച്ചിട്ടുണ്ടായി ഗസ്റ്റ്. അപ്പൊ വിചാരിച്ചു ഓക്കെ. നിങ്ങൾ ആക്ട് ലാബിലേക്ക് ഒന്നിച്ച് പ്ലാൻ ചെയ്തൊക്കെ വന്നവരാണോ? അല്ലല്ല, ഞാൻ വന്ന് ആക്ട് ലാബില് സീനിയറാണ്. ആര് സീനിയർ? ഇവൻ സീനിയറാ. ജോൺ വന്നു കഴിഞ്ഞാൽ ഇവൻ ആ സമയത്ത് ഇവന്റ്സും പരിപാടിയൊക്കെ വർക്ക് ചെയ്തു. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടി അന്നത്തെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈവെന്റ്സിലേക്ക് വന്നു. ഈവെന്റ്സിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് നമ്മള് ആ ഒരു സർക്കിളാണല്ലോ ഇപ്പൊ സ്റ്റേജ് ഷോ പരിപാടി, അങ്ങനെ കുറെ ആൾക്കാരെ കണ്ടുകൂട്ടി. അങ്ങനെ പിന്നെ ആഡ്സ് ആണ് തുടങ്ങി. അപ്പാണ് ആക്ട് ലാബിലേക്ക് അങ്ങനെയാണ് എത്തുന്നത്. അതേപോലെ അതും 3 day വന്നിട്ട് പിന്നെ 3 month ക്യാമ്പ് അവിടെയാണ് പഠിച്ചത് നമ്മള്. ഞാൻ 13th ബാച്ചായിരുന്നു. സീനിയറാണ്, ഭയങ്കര സൂപ്പർ സീനിയർ. ഇവര് നമ്മുടെയൊക്കെ ഇത് കാണാൻ വേണ്ടി വരും, പെർഫോമൻസ് വന്ന് വിലയിരുത്തുന്ന ആ സാറിന്റെ കൂടെ ഇരിക്കുന്ന ജഡ്ജസ്. അരുൺ കുറച്ചും കൂടി തെളിയാനുണ്ട്. കണ്ണെത്തുന്നിടത്ത് ശരിയും അരുണ് ഒരു താല്പര്യം വരുന്നത് അതല്ല പറഞ്ഞ വിനീത് ശ്രീനിവാസൻ കോളേജിൽ വന്ന് ചോദിച്ചു. ഞാൻ ഫസ്റ്റ് 10th വെച്ച് അയച്ചിരുന്നു. 10th മറ്റേ ആ ഒരു പടം ഉണ്ടല്ലോ
കമൽ സാറിന് മഞ്ഞുപോലൊരു പെൺകുട്ടി. മഞ്ഞു പോലെ പെൺകുട്ടിയിലൊരു കോളേജ് +2 അപ്പൊ ആ സമയത്ത് കോളേജിൽ 10-12 പേര് ഒരുമിച്ച് മറ്റേ പേപ്പറിലാണല്ലോ, ആ സമയത്താണ് ഫസ്റ്റ് അയക്കുന്നത്. പിന്നെ നമുക്ക് ഈ ന്യൂസ് വഴി ഈ പരിപാടി അറിയുള്ളൂ, വേറെ ആരെയും അങ്ങനെ പരിചയമില്ല, അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ കോളേജിൽ വന്നിട്ട് ഞാൻ മറ്റേ നമ്മുടെ വേറൊരു പടം കൂടി +2 എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. +2 എന്നുള്ളൊരു പടം, അതിന്റെ ഓഡിഷൻ അങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിൾ വഴി അവിടെ വെച്ച്, അപ്പോഴാണ് ഫസ്റ്റ് നമ്മളെ സിനിമയിലേക്ക് വിളിക്കുന്നു ഓഡിഷൻ. അങ്ങനെ അവിടെ വെച്ച് മാളയിലായിരുന്നു എൻ്റെ ഡയറക്ടർ മീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ സീനിയർ ആക്ച്വലി അത് അവിടെ നിന്ന് എന്തോ തുടങ്ങിയൊരു പടം, എന്തോ പരിപാടിയാണ്. അതിലൊരു ജസ്റ്റിൻ എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ച ജസ്റ്റിൻ മറ്റേ ഈ പടത്തിലൊക്കെ ഉണ്ട് കുറെ പ്രേം എല്ലാത്തിലും മനസ്സിലാവും. പ്രേമത്തിലുള്ള ഡാൻസ് കളിക്കും ആ ജസ്റ്റിൻ എനിക്കറിയാം, എൻ്റെ ഒരു ഫ്രണ്ട്, കോമൺ ഫ്രണ്ട് പോയി. പുള്ളി എന്നെ വിളിച്ചിട്ട് അതിലൊരു ഇങ്ങനെ വണ്ണം അങ്ങനത്തെ ഉള്ള ഒരു ക്യാരക്ടർ ആവശ്യമുണ്ട്, അങ്ങനെ പോയി കാണുന്നു. അന്ന് കോളേജിൽ വന്നിട്ട് എന്നെ സിനിമയിൽ എടുത്തു എന്നൊക്കെ പറയുന്നു. പിന്നെ വിളിച്ചൊന്നുമില്ല. പിന്നെയാണ് ഈ ഒരു എൻ്റെ ക്ലാസ്സിൽ തന്നെ ഇതേപോലെ ഫ്രണ്ട് ഉണ്ട് സന്ദീപ്, അവൻ്റെ ചേട്ടൻ ചെയ്യുന്ന ഒരു ആൽബം. അങ്ങനെ പിന്നെ വിനീത് ശ്രീനിവാസൻ വിളിക്കുന്നു. അത് കറക്റ്റ് ടൈമിംഗ് നോക്കി. 2 ആഴ്ച മുമ്പ് ആൽബം കഴിഞ്ഞിട്ട് വിനീത് ശ്രീനിവാസൻ ഇവിടെ അഭിനയിച്ച എക്സ്പീരിയൻസ് ഉള്ള എത്ര ആളുണ്ട്. അപ്പൊ അവർക്കാണെങ്കിൽ കോളേജിൽ മോശമില്ല, എക്സ്പീരിയൻസ് ഉള്ളവർ കൊടുക്കണമല്ലോ. ഇവിടെ ഫസ്റ്റ് ആൽബത്തില് എന്നാ ഡയറക്ടർ ഓടിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ ചേട്ടൻ എക്സ്പ്രഷൻ ഞാൻ അതെന്ത് സാധനം നമുക്കറിയില്ല. പുള്ളി വന്നിട്ട് ഷൈക്കാൻ്റെ കൊടുക്കുന്ന എന്തോ ഒരു സീനാണ്, ഷൈക്കാൻ്റെ കൊടുത്തിട്ട് പോണ പോലെ അതിൽ കുറച്ച് എക്സ്പ്രഷൻ ഇടണം. ആ എക്സ്പ്രഷൻ അടുത്ത ആൾ വിളിക്കാം. അപ്പൊ ആന്റണി വന്നിട്ട് ആന്റണിനെ അറിയാലോ, വേറെ ലെവലാ. അതായത് ചുള്ളൻ കണക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് അഭിനയിക്കുന്ന ആള് ഇരുന്ന് എഴുത്തേണ്ട വിചാരിക്കും പിന്നീതൊക്കെ കണ്ടല്ലേ ക്ലാസ് ടോപ്പറാന്ന് വിചാരിക്കും. എക്സ്പ്രഷൻ അപ്പൊ ടീച്ചർമാര് വല്ല സംശയം നോക്കുമ്പോ മറ്റേ പൊട്ടിയ പേപ്പറിന് 20 പേപ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താണ് ഇതിനെന്ന് അറിയില്ല. അറിയല്ലടാ ക്യാരക്ടർ. വിനീത് ശ്രീനിവാസൻ എവിടെയൊക്കെയോ ഉണ്ട് ആക്ച്വലി. അത് ഫസ്റ്റ് പടം അങ്ങനെ. അത് ഇതിന്റെ കോണ്ടാക്ട് ഇതിലൊന്നും ആക്ച്വലി ഞാൻ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ അങ്ങനെ ഒരു NRI ലുക്കുള്ള ഒരാളെ വേണം, അങ്ങനത്തെ ഒരു സംഭവം അങ്ങനെ വന്നിട്ട്. പക്ഷെ അതിൽ പുള്ളിയുടെ കോമ്പിനേഷൻ ഒന്നുമില്ല, പക്ഷെ ആ പടത്തിലുണ്ടായിരുന്നു സംഭവം. അന്ന് കണ്ടായിരുന്നു, പുള്ളിയോട് പറഞ്ഞ പുള്ളിയാണ് ഇങ്ങനെ. ഇല്ല, കണ്ടത് ഈ അടുത്ത. അത് കാരണം എനിക്ക് മറ്റേ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഒരു ചെറിയ സീൻ തന്നിരുന്നു സംഭവം. അത് ഞങ്ങൾ അടുത്തൊരു പരസ്യം ചെയ്തിരുന്നു. പരസ്യം ചെയ്തപ്പോ ഞാൻ ഇങ്ങനെ ഫോട്ടോ കാണിച്ചു, അന്നത്തെ ഫോട്ടോ വെച്ച് കാണിച്ചു. പുള്ളിക്ക് മനസ്സിലാവണില്ല, പക്ഷെ ഓർമ്മയുണ്ട് പറഞ്ഞു. പിന്നെ എന്നോട് ബ്രോഡാഡി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ നമുക്കൊരു ആശ്വാസമായിരുന്നു. അവർ പടം കണ്ടു എന്ന് പറഞ്ഞപ്പോ അങ്ങനെ കണ്ടപ്പോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചു, അടുത്ത പടത്തിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞ ഒരു ചെറിയ സാധനം ഉണ്ടായിരുന്നു, വന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അവരും പറഞ്ഞു ചെയ്യോ. എന്നോട് തന്നെയാണോ വിനീത ശല്യം ചെയ്യില്ല. ഞാൻ ചെയ്യാം. ഷൂട്ട് പക്ഷെ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു, എന്റെ ഭയങ്കര സ്പീഡായിരുന്നു. വെച്ചാൽ എന്നോട് പറഞ്ഞു രാവിലെ 7 മണിക്ക് ലൊക്കേഷനിൽ എത്തണം. അപ്പൊ ഞാൻ തലേ ദിവസം ധ്യാൻ ശ്രീനിവാസിന്റെ ഇന്റർവ്യൂ കണ്ടു. അപ്പൊ പറഞ്ഞു ഇങ്ങനെ ചേട്ടൻ 6 മണിക്കൊക്കെ ഷോട്ട് എടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സംശയം കിടക്കുന്നത്. ഇപ്പൊ എന്നോട് 7 മണി എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർ ചോദിച്ചു, ചേട്ടാ രാവിലെ 7 മണി എന്നാണ് പറഞ്ഞത്. 7 മണിക്ക് തന്നെ എത്തിയാൽ മതി. അപ്പൊ ഞാൻ 6:50 ലൊക്കേഷനിലെത്തി. അപ്പൊ ഷൈക്കൻ്റെ കുറിച്ച് സംസാരം അരുൺ ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഉച്ചയാവും ഷോട്ട്, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് പോയി ഇരുന്നു വന്നപ്പോഴേക്കും 7:10 അരുൺ ഷോട്ട് റെഡി വാ വന്നു, എടുത്തു. ഷോട്ട് എനിക്ക് പരിപാടി കഴിഞ്ഞു. അരുൺ രാവിലെ ഒരു ജോഗിങ്ങിന് വന്നെന്ന് വിചാരിച്ചു വീട്ടിലേക്കാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പെട്ടെന്ന് ഞാനിന്നിപ്പോ 7 മണിക്ക് എണീറ്റ് വരെയും ചെയ്ത് ഞാൻ 8:30 തിരിച്ചു കിടന്ന് ഉറങ്ങി. ഞാൻ ഇത്ര പേര് ഷൂട്ട് ഞാൻ വന്ന് കിടന്നുറങ്ങുമ്പോ സിനിമയിൽ തന്നെയല്ലേ അഭിനയിച്ചത്. ഭയങ്കര സ്പീഡ് എന്ന് ചെയ്യുന്നുണ്ടായിരിക്കും. അത് റെക്കോർഡ് ടൈമിന് തീർത്തുള്ള ഷൂട്ടാ, വർഷങ്ങൾക്ക് ശേഷം വലിയ പടാ. പക്ഷെ അത് നിസാര ടൈമിൽ 80-90 ദിവസം ചെയ്യേണ്ട പടം പുള്ളി 40-45 ദിവസത്തിന്റെ പരിപാടി തീർത്തു എന്ന് പറഞ്ഞു. അത് കാണുമ്പോ പറയും അത് 40 ദിവസം കൊണ്ട് തീർത്തെങ്കിൽ ആകെ നമ്മൾ 20 ദിവസം കൊണ്ട് തീർക്കേണ്ട പടമായിരുന്നു. ഭയങ്കര നീ ഏതാ മറ്റേ ക്രിക്കറ്റില് ഇതിന് അത് ഞങ്ങൾക്കൊരു അസോസിയേഷൻ ഉണ്ട്, CCF എന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പൊ ആക്ച്വലി കുറെ പേര് CCL ഒറിജിനൽ CCL ആണ്, അതിന്റെ തന്നെ നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റും.
അതായത് ഇപ്പൊ ആക്ടേഴ്സ് മാത്രമല്ല, അത് CCL മെയിൻ CCL. പക്ഷേ ടെക്നീഷ്യൻസ്, പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും എല്ലാം, അതായത് എന്റർടൈൻമെന്റ് ഫീൽഡ് മീഡിയ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എല്ലാവർക്കും ഓരോ ടീമുണ്ട്. ഡാൻസേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ആക്ടേഴ്സ്. ഞാൻ മിക്സഡ് ആയിട്ടുള്ള ഒരു ടീമിലാണ്. നമ്മുടെ ടീമിലാണ് ഇപ്പൊ നമ്മുടെ കിങ് ഓഫ് കൊത്ത ഡയറക്ടർ അഭിലാഷ് ജോഷി, പിന്നെ സിദ്ധാർത്ഥ് മേനോൻ, ജോൺ കൈപ്പിള്ളി. റീസെന്റ് മാച്ച് കഴിഞ്ഞ ആഴ്ച ഇപ്പൊ 2 days 3 days ബാക്ക്. അത് അമ്മ അസോസിയേഷന്റെ ഉള്ളിൽ അവരുടെ പരിപാടി ഈ ദിവസങ്ങളിൽ ഇപ്പൊ നടന്നത്. സിദ്ധാർത്ഥ് നമ്മുടെ ടീമിലാണ്. അപ്പൊ സിദ്ധാർത്ഥ് CCL കളിക്കേണ്ട. ജോൺ കൈപ്പിള്ളി ഉണ്ട്, പിന്നെ രാഹുൽ സുബ്രഹ്മണ്യൻ മ്യൂസിക് ഡയറക്ടർ നമ്മുടെ ഹോമിന്റെ പുള്ളി. നമ്മള് കുറച്ച് ആൾക്കാരുണ്ട് അതില്. അത് ഈ ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാവാറുണ്ട് അങ്ങനെ മാച്ച്? അതെല്ലാ മാസം ഒരാഴ്ച ക്രിക്കറ്റ് കളിയാണ്. നമ്മുടെ ടീമാണ് അതിൽ ഏറ്റവും വലിയ ചാമ്പ്യൻസ്. നമ്മളാണ് ഇപ്പൊ കഴിഞ്ഞ ഒരു 9 കപ്പ് അടിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ ടീമിന്റെ. അതൊരു 16-17 ടീമുണ്ട് മൊത്തം. അതായത് ഇൻഡസ്ട്രിയിൽ ഒരു 400 പേരോളം ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മൊത്തം അങ്ങനെ എല്ലാ ആൾക്കാരും ഉണ്ട്. ഇതില് പ്രാക്ടീസ് ഉള്ളവരാണ് CCLലേക്ക് പോകുന്നത്. ആക്ച്വലി ഇത് ആദ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇത് ഭയങ്കര ഒരു കോമ്പറ്റീഷൻ. ഇവിടെ വന്ന് ഇത്രയും പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ എല്ലാവരും കളിക്കണം. ഞാൻ പറഞ്ഞ അർജുൻ നന്ദകുമാർ, മറ്റേ സിജു വിൽസൺ, സിദ്ധാർത്ഥ്, ഇവരെല്ലാരും ഇപ്പൊ ഇവിടെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. പ്രശാന്ത് ഏട്ടൻ, സഞ്ജു ശിവ, ഇവരെല്ലാരും CCL ഇവിടെ എല്ലാരും ഇവിടെ മന്ത്ലി പ്രാക്ടീസ്. അപ്പൊ നേരെ CCL കളിക്കാം. ഞാൻ ലാസ്റ്റ് പോയിരുന്നു, എന്നെ എടുത്തില്ല. അപ്പൊ ഇത് നമ്മുടെ CCL ടീം നന്നായിട്ടുണ്ടോ ഇവർ ഇത്രയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? അതിലെ പകുതിയോളം ആൾക്കാരും CCFന്റെ ആൾക്കാരാ ഇതിൽ വരുന്ന ആൾക്കാർ. ഇത് കഴിഞ്ഞ കൊല്ലം നമുക്ക് ഇവിടെ തൃപ്പൂണിത്തറ വെച്ചായിരുന്നു സെലക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊരു 10 ഇതേപോലെ 10 എല്ലാരും കളിക്കുന്നവർ തന്നെ ഫുള്ള് വരും. പക്ഷെ അജിത്ത് നമ്മളെ ടീം ഒരു ടീമിലാണ്. അജിത്ത് ഇതേപോലെ ആക്ടീവ് ഞങ്ങളോട് ഭയങ്കര പാടായിരുന്നു. അല്ല, അന്ന് എനിക്ക് ആ സപ്പോർട്ട് തന്നത് പുള്ളിയാട്ടോ. അതിൽ ഹീറോ ആയിട്ട് അഭിനയിച്ച പുള്ളിയാണ്. പുള്ളി വന്ന് നമുക്ക് സപ്പോർട്ടായിരുന്നു. പുള്ളിയുടെ ഫ്രണ്ടായിട്ടാണ് നമ്മൾ അഭിനയിക്കുന്നത്. അപ്പോൾ പുള്ളി സീനിയേഴ്സ് ആയിട്ട് നമ്മളെ ആ കോളേജിൽ ഇടി പുള്ളി നമ്മളെ പരിപാടി നീ എൻ്റെ കൂടെ ഇരുന്നു ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയും. പുള്ളി നമ്മളെ തോളത്ത് കഴിഞ്ഞിട്ട് അപ്പൊ അതിനെപ്പോഴും നിൽക്കണം. അപ്പൊ ഞാനിങ്ങനെ നിൽക്കും. പുള്ളി എന്നെ തോളത്ത് നിന്നിട്ട് ബാക്കി എക്സ്പ്രഷൻ ഇടും. പുള്ളി എക്സ്പ്രഷൻ ചേട്ടോ അന്ന് കിട്ടിയ എക്സ്പ്രഷൻ എന്താണെന്നുള്ള പരിപാടി. എബിന്ന് പിന്നെ ഭൂതകാലത്തിലേക്ക് എബി കഴിഞ്ഞ് പിന്നെ ചെയ്ത കൂടെ അഞ്ജലി മേനോൻ സംഭവം. അതിലും ഈ എന്റെ സിനിമകളൊക്കെ ഭയങ്കര ട്വിസ്റ്റോട് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതില് ആദ്യം ഓഡിഷൻ കൊടുത്തിരുന്നു. അപ്പൊ വിളിച്ചില്ല, പോയി സെലക്ട് ചെയ്തില്ല. ഒരു ദിവസം രാത്രി 12 മണിക്ക് സിനിമ കണ്ടോണ്ടിരിക്കുക തിയേറ്ററിൽ. മറ്റേ എനിക്കാണ് ആടാണെന്ന് തോന്നുന്നു ജയശ്രീയുടെ പടം. അപ്പൊ അതിന്റെ അസോസിയേറ്റ് എനിക്കറിയാം ചേട്ടപ്പുള്ളിയാണ് ഓഡിഷൻ എന്നെ വിളിച്ചിരുന്നത്. അപ്പൊ പുള്ളി എന്നെ രാത്രി വിളിച്ച രാവിലെ ഊട്ടിക്ക് വന്നു. ഊട്ടി ഏതൊരു പോയിട്ടില്ല. ഊട്ടിക്ക് വരണം. അതെ, ഒരു കാര്യം ഞാൻ പറയാം, മാമിന് നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട എടുക്കും, ഇല്ലെങ്കിൽ തിരിച്ചു പോകണം. ഞാൻ 12 മണിക്ക് ഊട്ടി പോണ. അപ്പൊ വീട്ടില് കാറുണ്ട്, ഊട്ടി പോകാൻ അറിയില്ല. അത്രയും ദൂരം നമ്മൾ അങ്ങനെ ആ സമയത്തൊന്നും അങ്ങനെ പോകുന്നല്ലാണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് പോണത് ഒരു പിടുത്തം കിട്ടില്ല. 12 മണിക്ക് സിനിമ കഴിഞ്ഞ് 12 ഇറങ്ങി വീട്ടിൽ ചെന്ന് പറഞ്ഞു എനിക്ക് രാവിലെ ഊട്ടി പോകണം. രാവിലെ ഉണ്ടെങ്കിൽ 10 മണിക്ക് ഷൂട്ട്, ഇല്ലെങ്കിൽ തിരിച്ചു വരണം. അപ്പൊ ഇത് പറഞ്ഞിട്ടാണ് പോണത്. രാവിലെ കാറെടുത്ത് പോയി ഇരുന്ന് അവിടെ ഒരു 7-8 മണിയപ്പോ എത്തി. എനിക്ക് സ്ഥിരം എനിക്കിഷ്ടം മറ്റേ ഷോർട്സ് ചെയ്തിട്ടുണ്ട് പോകണം. അപ്പൊ ഷോർട്സ് ഒക്കെ ഇട്ട് തന്നെ ഇറങ്ങി. അപ്പൊ മാമിനെ കാണണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ കോളേജിലാണ് ചെന്നിറങ്ങണം. അപ്പൊ മാം അതല്ലേ നമ്മുടെ ആള്. ഓക്കെ സെലക്ട് സിനിമ എടുത്തോ എടാ നിന്റെ ഫസ്റ്റ് ഇത് തന്നെ ഓക്കെ പറഞ്ഞു. മാം ആണെങ്കിൽ വന്നിട്ട് മാം മറ്റേ ലണ്ടനിലുള്ള ആളെ പഠിച്ചേക്കണേ. ഫസ്റ്റ് അപ്പൊ എന്നെ കണ്ടാലാണെങ്കിൽ കൊടുക്കത്തെ തന്നെ അറിയലൊക്കെ മറ്റേ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഫുൾ ഇംഗ്ലീഷ്. പാർവതിയായിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് സീൻ പാർവതിയും പൃഥ്വിരാജും എല്ലാവരും ഉണ്ട്. ഞാനാണെങ്കിൽ സെലക്ട് ആയ അന്താളിപ്പ് ഇവരെയൊക്കെ കണ്ട അന്താളിപ്പം എന്നാലും വലിയ കാസ്റ്റ് ആണല്ലോ ഇവർ. നമുക്ക് എക്സ്പീരിയൻസ് അത്രയില്ല. അപ്പൊ ഫസ്റ്റ് സീൻ പറഞ്ഞ് അരുൺ ഇത് കുറച്ച് മറ്റൊരു ആ പടത്തിന്റെ മൂടൊരു റിയാലിറ്റി ടൈപ്പ് ആണല്ലോ. ഭാര്യയുടെ എടുക്കണം. പാർവതിനെ പിടിച്ചിങ്ങനെ വലിച്ചെടുത്തോണ്ടാണ് സീൻ. അപ്പൊ ഞാനുണ്ട്, ഹക്കീമുണ്ട്, സനം. അപ്പൊ ഹക്കീം ഫുൾ പവറിൽ നിൽക്കുകയാണ്. ഞങ്ങളുണ്ട് ഒരു കലിപ്പ്. അപ്പൊ എന്നോട് ഹക്കീമിന് ഒരു ആക്ടിവിറ്റി കൊടുത്തു. ഞാൻ ഫസ്റ്റ് പാർവതിനെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഹക്കീമിന്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ എന്ത് ചെയ്ത് ആദ്യത്തെ ടേക്കിൽ പേടി വന്നു. അത് കൈ പിടിക്കാൻ പേടിയായിട്ട് പിടിച്ചില്ല. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് അടുത്ത് പിടിച്ചിട്ട് ഇട്ട് കൊടുത്ത് 2 ദിവസം കൈ വയ്യാട്ടായിട്ട് സീൻ്റെ അറിവായിട്ട് ആകെ സീനെ പോലെ. അതെ, പിറ്റേ ദിവസം അടുത്ത വേറൊരു ഷൂട്ട് ഉണ്ട് ഇതേപോലെ പാർവതീനെ ഡിന്നറിൽ കളിയാക്കുന്ന ഒരു സീൻ്റെ പറഞ്ഞ് മേത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട. നമുക്കറിയില്ലായിരുന്നു. പക്ഷെ ഇവര് അത്രയും ബലം പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരൊറ്റ വലി വലിച്ചിട്ട് എടുത്ത് ഇപ്പുറത്തേക്ക് എടുത്ത് ഇടണം.
മെയിൻ ആക്ടേഴ്സ് റഫായിട്ടാണ് പെരുമാറുന്നത് പറഞ്ഞ അരുണിനെ ഉദ്ദേശിച്ചത്. അന്നത്തോട് പറയുന്നത് മേത്ത് നോക്കിയും കണ്ടാ മതി. ഞാൻ ഇതിന് കൂടെയൊക്കെ ഓഡീഷനില് ഞാനും അഭിലാഷും ഇല്ലേ, അഭിലാഷ് നന്ദകുമാർ എന്ന് പറഞ്ഞ പിന്നെ ഞാനും അവനും ഫൈനല് ഏത് ആ പാട്ടുകാരുടെ ഇതിലോ ഒരു സ്ഥാനത്തിലുണ്ടായിരുന്നു. ഞങ്ങള് സിദ്ധാർത്ഥ ചെയ്തത് അതിന് അവർ വേറെ ഓഡീഷൻ ഒക്കെ ഇട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഫൈനലിൽ രണ്ടുപേരുള്ള സാറ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചെയ്യടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ഒരു സാധനമൊക്കെ ചെയ്ത് അയച്ചു കൊടുത്തു, നന്നായി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോ കിട്ടും വിചാരിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. അതിലും കഥ മാറിയത് ഇതേപോലെ, അതായത് എന്നെ ഓഡിഷൻ ചെയ്തത് അതിലൊരു കൊറിയറിന്റെ സംഭവം എന്തോ കൊടുക്കുന്ന വീട്ടിൽ ഡെലിവറി, അതാണ് ഓഡിഷൻ അന്ന് ചെയ്തിരുന്നത്. അപ്പൊ ഗൗതം എന്ന് പറഞ്ഞ ചേട്ടനാണ് എന്നെ വിളിച്ചിരുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞു എടാ അത് പോയി വേറൊരാളെ ചെയ്യണേന്ന് പറഞ്ഞു. ഓക്കെ ശരി എന്ന് പറഞ്ഞു. അപ്പൊ എന്തോ ഭാഗ്യത്തിന് ഇവരുടെ ചെറുപ്പകാലത്തിൽ അഭിനയിച്ച ചെക്കൻ ഇത്തിരി വണ്ണമുള്ള ഏകദേശം എന്നെ പോലെ ഇരിക്കുന്ന ആളായിരുന്നു. അതേപോലെ ഒരാളെന്ന് പറഞ്ഞിട്ടാണ് തലേ ദിവസം ഇവരുടെ മീറ്റിംഗിൽ എന്റെ ഫോട്ടോ ഇങ്ങനെ ഓഡിഷൻ വന്ന അരുണാണ്. എന്നാൽ രാത്രി അപ്പൊ രാത്രിയാണ് ഈ 12:30 കോള് തന്നെ അവനെ വിളിക്ക് വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വന്ന സംഭവം. അത് നിങ്ങൾക്ക് കുറച്ച് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു അല്ലേ? അത് പക്ഷെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് മനസ്സെടുത്തെന്ന് വെച്ചാൽ അവരുടെ ഒരു ഷൂട്ടിംഗ് ബ്രേക്ക് ചെയ്തായിരുന്നു. വെച്ചാൽ ഒരു ദിവസം എനിക്കാണെങ്കിൽ വീട്ടിൽ പോയിട്ട് നിൽക്കാൻ പറ്റില്ല, തണുപ്പ്. ഷോർട്സും 2 ജീൻസ് ഇട്ടിട്ടാലും ആ മാതിരി തണുപ്പ്. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയിട്ട് വന്നോളാം. അവിടെ ഹക്കീമും ഞാൻ ആ സമയത്താണ് ഞാൻ ഹക്കീമും കുറച്ചും കൂടി ഞങ്ങൾ കമ്പനിയാവും. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് ഒരുമിച്ച് പോകും, എന്റെ കാർ എടുത്തിട്ട് ഞങ്ങൾ നേരെ അവിടെ പോകും, തിരിച്ചു വരും, അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സംഭവം. ഹക്കീം ഒരു തോക്കും പിടിച്ച് അതില് തോക്കുണ്ടായിരുന്നു ആ പടത്തില്, അവന്റെ കൂടെ അഭിനയിച്ചത് തോക്കാം. ഞാൻ പറഞ്ഞു നീ എന്താ ശിക്കാരി ചെമ്പ് തോക്കും കൊണ്ട് നടക്കാൻ, അതില് ഫുൾ തോക്കാം അവന്റെ കയ്യില്. ഭയങ്കര വിറ്റുണ്ട്. ഞാനും മക്കി നമ്മളന്ന് ആക്ട് ലാബ് പ്രൊഡക്റ്റ് ആണല്ലോ, അപ്പൊ മറ്റേ ക്യാരക്ടർ കയറ്റാൻ വേണ്ടി പരസ്പരം തെറിയൊക്കെ പറഞ്ഞു. ഞാനും അക്കിയും ഇങ്ങനെ ഒരു സീനിന് മുമ്പ് ഞങ്ങള് കലിപ്പ് സീനുണ്ട്, ഇവിടെ വീട്ടിൽ കയറി സാധനം അപ്പൊ പരത്തെറി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്ക. കുറച്ചേരം സൗണ്ടിന്റെ അതല്ല സിംഗ് സൗണ്ട് അല്ലേ ഇത് കേക്കാൻ ഇത് വെച്ചിട്ടുണ്ട്. അപ്പൊ സൗണ്ടിന്റെ ആള് മാം കേട്ടില്ല, ഇവനാ കേട്ടോണ്ടിരിക്കുന്നത് സംഭവം. ഞങ്ങളിങ്ങനെ അത് പുള്ളിക്കാരത്തി നമുക്ക് വായിക്കാൻ തന്നിട്ട് നമ്മുടെ രീതിയിൽ ചെയ്തോ, നിങ്ങൾക്ക് എന്താ നാച്ചുറലി വന്നെ ആ രീതിയിലാണ് ചെയ്തത്. അപ്പൊ ഞാൻ ടാക് ലാബിന് ഇറങ്ങിയ സാധനമല്ലോ, അപ്പൊ ഞങ്ങൾ ആവേശം ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ പറഞ്ഞിരുന്നപ്പോ ഡയറക്ടർ മറ്റേ രഞ്ജിത്ത് സാറ് പൃഥ്വിരാജ് അച്ഛനായിട്ടാണല്ലോ അഭിനയിക്കണത്. അപ്പൊ പുള്ളി പറയും നമുക്ക് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ ബ്രോ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. ബ്രോയോ ഞാൻ നമ്മളെ ഈ സംസാരത്തിൽ നമ്മളെ ഞങ്ങൾ 4 പേരൊരു ബോയ്സ് ഗ്യാങ് പോലെയാണ്. അപ്പൊ പുള്ളി പറഞ്ഞത് ഇങ്ങനെ വന്നാൽ മതി, ഞാൻ പിടിച്ച് തള്ളും എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞു ഓക്കെ ബ്രോ. പിന്നെയാണ് ബ്രോ കൂടെയൊക്കെ ഭയങ്കര മെമ്മറീസ് ആഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ കുറച്ച് പടങ്ങളുടെ ഭാഗമാവാൻ ഉള്ള സംഭവം പറ്റിയിട്ടുണ്ട്. മാർക്കോ എങ്ങനെയുണ്ടായിരുന്നു? ഓർഡർ വരട്ടെ, അടുത്തത് ഭൂതകാലം. എല്ലാ കഥയും കേട്ടോ. ഭൂതകാലം ഇതേപോലെ എല്ലാം എന്റെ ടിസ്റ്റാണ്. ഭൂതകാലം ആക്ച്വലി ഞാൻ ട്രാൻസില് എന്നെ 3 പ്രാവശ്യം അവരെന്തിനോ കാസ്റ്റ് ചെയ്തിരുന്നു. ആക്ച്വലി എന്നെ അതിന്റെ ഒരു ഇക്ക വിളിച്ചിട്ട് മറ്റേ സലാമിക്ക എന്ന് പറഞ്ഞിട്ട് പുള്ളി അവര് റെഫറൻസ് എനിക്കറിയില്ല. ഓഡീഷൻസ് ആ സമയത്ത് എന്തോ ഞാൻ ഓഡീഷൻ എന്തോ ഇട്ടുണ്ട്, അങ്ങനെ അയച്ചു, കാസ്റ്റ് ചെയ്തു. തലേദിവസം വിളിച്ചു അരുൺ നാളെ ഉണ്ട് ഷൂട്ട്. അപ്പൊ ഞാൻ വണ്ടി എടുത്ത് ഇതേപോലെ വന്ന് കൊച്ചിയിലെത്തിയപ്പോ അരുണോട് ഷൂട്ട് നാളെ പറഞ്ഞിട്ടില്ലേ, ആ റോളില്ല കേട്ടോ, പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ചു. അപ്പൊ ഓക്കെ ശരി എന്ന് പറഞ്ഞു. അതിട്ട് പിന്നെ പിന്നെ ട്രാൻസ് ചെയ്യുന്നു. അപ്പൊ അരുൺ അപ്പൊ അതിന്റെ അതിലൊരു ഫീമെയിൽ ആരോ അസിസ്റ്റന്റ് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു അരുൺ ഒരു റോൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാനിത് എന്താണിത് എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ പിന്നെ അത് മാറി, 2 പ്രാവശ്യം കാസ്റ്റ് ചെയ്ത് പിന്നെ മാറി. പിന്നെ അവസാനം ഇങ്ങനെ എല്ലായിരുന്നു. ഇപ്പൊ ഭൂതകാലം ഈ കോവിഡ് സമയത്താണ് ഇത് ഷൂട്ട് കിടക്കണത്. അപ്പൊ ഒക്കെ പറഞ്ഞു അരുൺ എന്നെങ്കിലും ഞാൻ എന്തെങ്കിലും എനിക്ക് തരണം. അപ്പൊ അതേപോലെ അതിന്റെ ലാസ്റ്റ് ദിവസം ഷൂട്ടില് ഇതേപോലെ ഒരു ഡോക്ടറിന്റെ ലുക്കുള്ള ഒരാളെ വേണം. അങ്ങനെ പുള്ളിക്ക് എന്നെ എന്തോ തോന്നുന്നു. അങ്ങനെയാണ് ഭൂതകാലത്തിൽ തന്നെ സൈക്കാട്രിസ്റ്റിന്റെ ആ ഒരു അവിടെ ചെന്നപ്പോ ഇരിക്കുന്ന രേവതി ചേച്ചി എന്റെ കിളി പോയി കാണുന്നതാണ് പുള്ളിക്കാരത്തി. ഫുൾ ആ ഒരു ക്യാരക്ടർ അറിയാലോ, അതിനൊരു പുള്ളിക്കാരത്തി ആ ക്യാരക്ടർ ഏറ്റവും ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്താണ് എന്നെ വന്ന് പിടിയുന്ന ഡോക്ടർമാർ കാണുന്ന ഒരു സംഭവം. പരിചയപ്പെടണമെന്നുണ്ട്, പക്ഷെ പുള്ളിക്കാരത്തി ഫുൾ ക്യാരക്ടറിലായിരുന്നു, നമ്മൾ അങ്ങനെ പരിചയപ്പെടാൻ പറ്റില്ല. ഭൂതകാലത്തിൽ നിന്നെ എങ്ങോട്ടാണ് പോയത്? നേരെ അല്ല അതിനു മുമ്പ് ലളിതം സുന്ദരം എന്ന് പറഞ്ഞ പടം ചെയ്തിട്ടുണ്ടായി. അതിലും ഇതേപോലെ ഒരു ചെറിയ ഓഡിഷൻ പരിപാടി വഴി കിട്ടിയിട്ട് അപ്പൊ ആ പടത്തിൽ ഇതേപോലെ ചെന്നപ്പോ അവിടെ അസോസിയേറ്റ് ഡയറക്ടർ ഈ വാവച്ചേട്ടനാണ്, അതായത് നമ്മുടെ പുള്ളിയാണ് ഇതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ.
അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഇതേപോലെ ചോദിച്ചു അഭിനയിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. അഭിനയിച്ചിട്ടുണ്ടോ? പരസ്യം ഇങ്ങനെ കിടക്കാണ്, നീ ഉള്ള റോള് കളയണ്ട, നീ തമിഴ് പറയുമെന്ന് ചോദിച്ചു. എന്നാ തമിഴ് എന്നാ ഞാൻ എന്നെ തന്നെ മറ്റേ പാൻ ഇന്ത്യൻ മോഡലിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഷയും ഇത് കാണിച്ചു കൊടുക്കും, നീ ഉള്ള ചാൻസ് കളയണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു. അപ്പം മധുച്ചേട്ടൻ ഡയറക്ടർ ഉണ്ട്, പുള്ളി നല്ല ഓഡിഷൻ ചെയ്യിക്കുന്നുണ്ട്. അവൻ എന്തിനാ നീ ഓഡിഷൻ കുറേ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, എന്തിനാണ് ഓഡിഷൻ? അപ്പം നമുക്കും പേടി വെച്ചാൽ ഇത് ഓരോന്നും ഓരോ ക്യാരക്ടർ ഓരോ ഡിഫറെൻറ്റ് ഇതാണല്ലോ. പക്ഷെ അന്ന് ആ പടത്തിൽ അങ്ങനെ ചെയ്തു, അന്ന് ചെയ്തൊരു ചെറിയ സീക്വൻസ് ആണ്. അപ്പോൾ പുള്ളിക്ക് അതെന്തോ ഇഷ്ടപ്പെട്ടു, സംഭവം ഇഷ്ടപ്പെട്ടപ്പോൾ ഇതേപോലെ ഒരു ദിവസം ഇരിക്കുമ്പോൾ ബ്രോഡാഡിക്ക് കോൾ വന്നു. പിന്നെ നോക്കുമ്പോൾ ബ്രോഡാഡി ഷൂട്ട് കിടക്കണതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്, പരിപാടി നടക്കുന്നുണ്ട് ഓൾറെഡി. നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ ഓൾറെഡി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത പടം, ഒന്നാമത് കോവിഡ് സമയം, വിളിന്ന് വിളിച്ചത് നാളെ ഹൈദരാബാദ് വന്നു. ശരിക്കും പറ്റിക്കണമെന്നല്ലല്ലോ വണ്ടിറങ്ങാന്ന് വിളിച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് ടിക്കറ്റൊക്കെ ഇട്ട് തരും പരിപാടി എന്നൊക്കെ പറഞ്ഞ് മോഹൻലാലിൻ്റെ പടം എന്താണെന്നൊന്നും അറിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതേപോലെ വിളിച്ച് പറഞ്ഞു എല്ലാവരും സംഭവം ഓക്കെ, ടിക്കറ്റൊക്കെ വന്നപ്പോൾ ഓക്കെ, പറ്റിക്കുന്നതല്ല ശരിക്കും അവിടെ വിളിക്കാന്ന് വെച്ചാൽ നോക്കിയപ്പോൾ ആയത് ഒരു ദിവസമേ ഷൂട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്നു. ഫസ്റ്റ് സീക്വൻസ് ചെയ്തു, ആ ഒരു സീക്വൻസ് ഉണ്ട് പുള്ളിയായിട്ട് കൂട്ടിയിടിക്കുന്ന അങ്ങനത്തെ ഒരു സംഭവം ചെയ്തു. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് ദിവസം ഷൂട്ട് അത്രേ ഉള്ളൂ എന്ന് ആദ്യം എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ പിറ്റേ ദിവസം അത് മാറി മോഹൻലാലിൻ്റെ അനിയനാന്ന്. പിറ്റേ ദിവസം രാവിലെ അപ്പോൾ ഞാൻ ഷൂട്ടില്ലല്ലോ, ഷൂട്ട് കാണാൻ പോകണു, രാവിലെ പോയി റിലാക്സ് ആയിട്ടൊക്കെ ഇരിക്കണം. എനിക്ക് നല്ല പുള്ളിക്ക് എന്താ തോന്നിയപ്പോൾ അതിലെന്തോ ഒരു സംഭവം മാറി, നീ ഇന്നെ ഇങ്ങനത്തെ ഒരു റോളിലേക്ക് ആക്കിയെന്ന് പറഞ്ഞു. രാവിലെ വന്നിട്ട് എന്നോട് ഇന്ന് ഇറങ്ങി മോഹൻലാലിൻ്റെ അനിയനാണ്. അപ്പൊ മറ്റേ പ്രൊഡക്ഷണൽ ചേട്ടൻ ലോട്ടറി അടിച്ചല്ലോ നീ രക്ഷപ്പെട്ട് പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ ഒന്നാമത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇത് കേട്ട വഴി ആകെ ടെൻഷനായിട്ട് പണ്ടാറ് ടെൻഷനായിട്ടും പോലെ ഒന്നും ചെയ്യല്ല. ആ സീനിലൊക്കെ ഞാൻ മറ്റേ ലോട്ടറി അടിച്ചിട്ട് പുള്ളി ഇരുന്ന അപ്പൊ ഈ എക്സ്പ്രഷൻ മതി, സത്യത്തിൽ ഞെട്ടിയിരിക്കുന്നതാണ്. ഒന്നാമതെല്ലാം സീനിയർ ആർട്ടിസ്റ്റ്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണുമ്പോൾ പൃഥ്വിരാജ്, ലാലേട്ടൻ, മറ്റേ മല്ലിക ചേച്ചി, കനീഹ, അവര് ഈ മറ്റേ നമ്മുടെ കല്യാണി പ്രിയദർശൻ ഫുള്ള് ചുറ്റും, ഞാൻ മാത്രം പുതിയ ഞാൻ ആ ഒരു അവസ്ഥയായിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു 3 ദിവസം ഫൺ. OTT-യിൽ ഇപ്പോഴും OTT-യിലല്ല എല്ലാ ചാനലിലും വരുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടുന്ന ഒരു പടം ബ്രോഡാഡി. എന്ന് വെച്ചാൽ ഇത് ആഴ്ചയിൽ കാണിക്കുന്ന ആൾക്കാർ ഡെയിലി കാണുന്നുണ്ട്. നമ്മൾ അങ്ങനത്തെ ഒരു പടത്തിൽ അഭിനയിക്കുന്നത് ഭയങ്കര ഭാഗ്യം. റീൽ നമ്മളെപ്പോഴും ആൾക്കാർ കാണുന്നത് ഭയങ്കര ആൾക്കാർ പിന്നെ അതിന്റെ ഒരു കളർ ടോൺ നല്ല രസമാണല്ലോ, ഒരു കളർഫുൾ ഫാമിലി പടം, കളർഫുൾ ഫാമിലി പടം, ഭയങ്കര ഒരു നല്ലൊരു ഇമ്പ്രസ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി കണ്ടപ്പോൾ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു ബ്രോഡാഡിയിലുള്ളതല്ലേ, 4 വർഷമായിട്ട് ആ പടം ചെയ്തെങ്കിലും ഇപ്പോഴും ഇതിന് നല്ല മൈലേജ്. ചാനലുകാരത് ഇപ്പോഴും ലൈവാക്കി വെച്ചിട്ടുണ്ടല്ലേ? അല്ല, അവര് പറയുന്നത് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടുന്നത് ആ പടം, മറ്റേ അവരെ വേറെ പ്രോഗ്രാമിനേക്കാൾ റേറ്റിംഗ് ആ സമയത്ത് അവർക്ക് കിട്ടുന്നുണ്ടെന്ന്. പിന്നെ അവരെന്തായാലും അത് യൂസ് ചെയ്യല്ലോ. പിന്നെ ഇവൻ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തത് മറ്റേ സിറ്റ്കോം ഹോം ഫ്ലവേഴ്സിൽ, അത് ഉപ്പും മുളകിന്റെ ഡയറക്ടർ പുതിയതായിട്ട് ചെയ്ത ഒരു സംഭവം. ഏകദേശം ഒരു 150 എപ്പിസോഡ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതിനൊരു തീർന്നത് അതിപ്പോ കഴിഞ്ഞു. അതൊരു ചേട്ടൻ അനിയൻ ഫാമിലി, അത് നല്ല റീച്ച് ആണ് ഫാമിലിയുടെ ഇടയിൽ ഇപ്പോഴും. അത് കഴിഞ്ഞെങ്കിലും ഇതിന് ഇത്രയും വില ഉണ്ടായിരുന്നു നിർത്തിയപ്പോ എനിക്ക് മനസ്സിലായ TV പ്രോഗ്രാം അങ്ങനെയാണ്. അതൊരു ഭയങ്കര, അത് നമ്മൾ അവരുടെ വളരെ ക്ലോസ് ആവുകയും ചെയ്യും. അതായത് നമ്മൾ അവര് വഴിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിലുള്ള ആളെ കാണുന്ന പോലെയല്ല, ഒരു അവരുടെ വീട്ടിലുള്ളതോ അല്ലെങ്കിൽ പരിചയമുള്ള ഒരാളെയോ നമ്മൾ അവരോട് മുഖത്ത് നോക്കി സംസാരിക്കുന്ന അവിടെയൊക്കെ പോകുമ്പോൾ അതിന്റെ ഫീൽ നമുക്ക് മനസ്സിലാവണേ. മറ്റേ ഇവര് ഡെയിലി കാണാണല്ലോ സംഭവം. മമ്മിയുടെ ആയിട്ട് ഒരു പള്ളി, മമ്മിക്കൊന്നും വിലയില്ലല്ലോ സിനിമ. കുഞ്ഞു കൊച്ചു ഞാൻ ഒരു പ്രകാശ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ചെയ്ത. അപ്പൊ എന്നിട്ട് പ്രകാശ് ഏട്ടാന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ഇങ്ങനെ വരുമ്പോ ശരിക്കും ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. ഞാനിതുപോലെ നിൽക്കുമ്പോ ഒരു എയർപോർട്ടില്, അപ്പൊ അത് ഇത്തിരി പ്രായ ഒരു അച്ഛനും അമ്മയാണ്. അപ്പൊ അവര് വന്നിട്ട് ഓർമ്മയില്ലെന്ന് നോക്കിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ച എന്റെ കസിൻ ആയിരിക്കും, ദൈവമേ പേരും കിട്ടുന്ന കസിൻ. അപ്പത്തേക്ക് ചേച്ചി പുള്ളിയുടെ ഹസ്ബൻഡ്, ചേച്ചിയുടെ ഹസ്ബൻഡ് മനസ്സിലായി, അല്ല ഞങ്ങൾ പ്രോഗ്രാം ആയിരുന്നല്ലേ, കസിൻ അല്ലല്ലേ. ഒന്നാമത് ഞാൻ ഈ കസിൻസിന്റെ അടുത്തേക്ക് അങ്ങനെ വളരെ ലോങ് ഡിസ്റ്റൻസ് ഉള്ളവരുണ്ടാവില്ല, അപ്പോൾ അങ്ങനെ പോലെ കുറവാ. ഇത് ബന്ധു വീട്ടിൽ ചെന്ന ഭയങ്കര ടഫ് ചോദ്യാ. മനസ്സിലായോ? ഇത് എന്തിനാ കണ്ടേന്ന് മനസ്സിലാവില്ല. ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ എവിടെയോ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ അവിടെ ഡിസ്കസ് ചെയ്യണത് നമുക്കറിയാം. പക്ഷെ ഈ ചാനൽ പ്രോഗ്രാം ചെയ്യണത് ഭയങ്കര റീച്ചാണ്. ഭയങ്കര ഫാമിലി ഓഡിയൻസിന്റെ ഇടയിൽ ഭയങ്കര, ചില ആൾക്കാരൊക്കെ ഭയങ്കര ഇമോഷണലി ഒക്കെ മെസ്സേജ് അയച്ചു, നിങ്ങൾ എന്ത് പരിപാടി. അത് എനിക്ക് ഒരെണ്ണം കേട്ടത് ഒരു അമ്മയും മോളും പുള്ളിക്കാരത്തി എൻ്റെ, അതായത് ഞങ്ങളുടെ ഒരു ഈവനിങ് ടൈം ആയിരുന്നു അത്. അതായത് എൻ്റെ അമ്മയും ഞാനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാമാണ്. ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ് ആണ് നിങ്ങൾ കളഞ്ഞത്. ഞാൻ പറഞ്ഞു ചേച്ചി ഞാനല്ല കളഞ്ഞ, ചാനൽ നിർത്തിയതാ സംഭവം. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ പക്ഷെ അവര് സ്ഥിരം അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇതായിരുന്നു പരിപാടി.
ഇപ്പൊ ഇന്നലെ കഴിഞ്ഞോടെ ഞാനൊരു അവിടെ അടുത്ത് ബേക്കറി കടയിൽ പോയപ്പോ പറഞ്ഞില്ലേ പുതിയ പ്രോഗ്രാം വരുന്നുണ്ട് ആ നല്ല ഹോം പോലെ ആവില്ലല്ലോ കണക്ട് ആവും അവർക്ക് ഭയങ്കര അല്ല എന്റെ മോളായിട്ട് അഭിനയിക്കുന്ന കുട്ടിക്ക് ഭയങ്കര ഫാൻസ് ആവും ഭയങ്കര റീച്ച് കിട്ടിയതായിരുന്നു. നല്ല നിങ്ങക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ടല്ലേ? ആ ഭാര്യ മക്കള് മോള് കൊറേ അതൊരു ഫാമിലി സംഭവം അങ്ങനത്തെ പരിപാടിയായിരുന്നു. റിയൽ ലൈഫിൽ അല്ല സിംഗിൾ ആണ്. എന്തൊക്കെയാണ് അടുത്ത പരിപാടികൾ? സിനിമ അനൗൺസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും തരാനുള്ള 2 പടം കൂടി റിലീസ് മാർക്കോല് ചാവാത്തവരെ സെക്കൻഡ് സത്യം പറഞ്ഞ നിന്നെ എന്തുകൊണ്ടവർക്ക് ഒന്നില്ല. അല്ല അത് ആ വീട്ടിലില്ല എന്നുള്ളതാ, കസിൻ ആയതുകൊണ്ടാണ്. ഇവ മുങ്ങിയതാ. ലൊക്കേഷൻ കണ്ടിട്ട് തന്നെ ഞാൻ പേടിച്ചു. ഫുൾ ഈ പറഞ്ഞ ഫുൾ ഡെഡ് ബോഡീസ് കുറെ ദിവസം കൊണ്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ എന്ന് ചെല്ലുമ്പോഴും രക്തം തളം കെട്ടി കിടക്കുമായിരിക്കും. അല്ല എല്ലാ ദിവസവും ബ്ലഡിലാണ്, അത് അത്രയും ബ്ലഡിലാണ് ഫുൾ. നമുക്ക് ആ സീക്വൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ വീട്ടിലെ സീക്വൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. എന്നുവെച്ചാൽ ഡെയിലി രാവിലെ തുടങ്ങി ആ കണ്ടിന്യൂ അത് എടുക്കണമല്ലോ, ആ ഒരു സംഭവത്തിനുണ്ട്. ശരിക്ക് നിന്നെ കൊല്ലാനുള്ളത് ഉണ്ടായിരുന്നില്ലേ സ്ക്രിപ്റ്റില്? ഉണ്ടായിരുന്നു കുറച്ച് എല്ലാരെയും കൊല്ലുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അത്രയും പിന്നെയും വയലന്റ് കുറെ ചുരുക്കിയിട്ടുണ്ടല്ലോ. അത് അതിന്റെ ഒരു ഇതില്ല. അങ്ങനെ രക്ഷപ്പെട്ടതാ. അത് കാരണം ഞാൻ രക്ഷപ്പെട്ടു. അത് നല്ലൊരു സാധ്യതയുണ്ട്. സെക്കൻഡറി വരുമ്പോ ക്യാരക്ടറൊക്കെ ഞാൻ ഫാമിലിയിൽ ബാക്കിയുള്ളതാരാ അറിയില്ല, അതൊക്കെ കണ്ടറിയാം. സിനിമ എന്തായാലും ഇപ്പൊ ഭയങ്കര വരലായി. 100 crore അനൗൺസ് ചെയ്തില്ല എന്ന്. 2 ദിവസമായിട്ട് പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. അത് സെക്കൻഡ് എങ്ങനെയാണ് അതിന് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ അതോ വെറുതെ ഒരു? അതൊന്നുമല്ല, അല്ല അവർ ഒഫീഷ്യലി പറയുന്നു. എനിക്ക് അനീഫിക്കയും അവരൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, എൻ്റെ പ്രൊഡ്യൂസർ അവരെല്ലാവരും കൂടി പറയുന്നു പറഞ്ഞു സെക്കൻഡ് അനൗൺസ് ചെയ്യണം. പക്ഷെ ഇപ്പൊ ഉണ്ടാവുന്ന ഉണ്ണിച്ചാണ് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ അടുത്തൊന്നും ഉണ്ടാകാൻ ചാൻസ് വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും കമ്മിറ്റ്മെന്റ്സ് ഉള്ളത് കാരണം എന്താവും അറിയില്ല സംഭവം. പിന്നെ തുടക്കത്തിൽ അങ്ങനെ ഒരു പ്ലാനും ഇല്ലല്ലോ. അവര് തന്നെ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഇതിപ്പോ റീച്ച് ഭയങ്കര ഇപ്പൊ കൊറിയയിൽ റിലീസ് ആവുന്നു. ഇനി അടുത്ത കുറെ ഇതിലേക്ക് നോക്കുന്നുണ്ട് സംഭവം. ഓൾറെഡി വരുന്നുണ്ട് ഇഷ്ടം പോലെ കൊടുത്ത്. അപ്പൊ ഇത് 100 crore നിൽക്കില്ലല്ലോ അല്ലേ? എത്ര പോസിബിൾ ആണെന്നനുസരിച്ചിരിക്കും. ഇതിപ്പോ മാക്സിമം പണ്ട് നമ്മൾ കൊറിയൻ പടങ്ങളാണല്ലോ ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ നേരെ തിരിച്ച് അങ്ങനെയുള്ള സംഭവം നമുക്ക് അടിപൊളിയാണല്ലോ. വെച്ചാൽ നമ്മുടെ പടം കൊറിയയിൽ റിലീസ് ചെയ്യണം. അതെന്തോ ഒരു റെക്കോർഡ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഹുബലി 25 സ്ക്രീനിൽ എന്തോ ഫസ്റ്റ് റിലീസ് ചെയ്യണ്ടല്ലോ. ഇത് ഫസ്റ്റ് റിലീസ് തന്നെ 100 സ്ക്രീനാണ് കൊറിയയിൽ ചെയ്യാൻ പോണത് അവിടുത്തെ ഇതിലേക്ക്. പിന്നെ ഹിന്ദിയുടെ ഇതാണ് ഭയങ്കര. അതായത് ആദ്യം വെറും 30 ഷോ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 1300 ഷോ വെച്ചാൽ കളിക്കണേ ഹിന്ദിയിൽ മാത്രം. ഹിന്ദിയിൽ വെച്ചാൽ ഞാനൊരു ബേബി ജോൺ എന്ന് പറഞ്ഞൊരു പടം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ഹിന്ദിയിൽ. ഇപ്പൊ ന്യൂസ് വന്നത് ബേബി ജോണിനെ മാറ്റിയിട്ട് മാർക്കോ ആണ് അവിടെ കളിക്കുന്നത്. ഇത് രണ്ടും കണ്ടവർക്ക് കണക്ട് ആവും. ഇത് രണ്ടിലും ഞാനുണ്ട്. ഒരേ സമയത്ത് 2 സിനിമകൾ തിയേറ്ററിൽ കളിക്കണം. ഞാൻ ആദ്യത്തെ ദിവസം നല്ല രീതിയിൽ അത് ഇട്ടു. പിന്നെ ഒരു നോക്കുമ്പോ രണ്ടിനെയും കൂടി കുറച്ച് പറയുന്ന കാരണം കുഴപ്പമില്ല. നമുക്ക് 2 പടം ഒരു ഇതുപോലെയാണല്ലോ. തല കണ്ടേക്കുന്ന എല്ലാ സിനിമകളും ഹിറ്റുകളാണ്. ലാംഗ്വേജ് മാറുന്ന പ്രശ്നമാണ്. ബേബി ജോൺ മാത്രം അത് വർക്ക് ആയിട്ടില്ല. ബേബി ജോൺ എന്തോ മലയാളത്തിൽ അങ്ങനെ പറയാം. മലയാളം മാർക്ക് വന്നുകൊണ്ടാണ്. ശരി, അവിടെ ക്ലാഷ് വന്നില്ലേ? ബേബി ജോൺ ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നില്ലേ? അവർ ട്രെയിലർ വരെയൊക്കെ എനിക്കൊന്നും മാർക്കറ്റിംഗ് കറക്റ്റ് ആയിരുന്നു. ഹിന്ദിയിൽ ആ പടം കാണാൻ ബാക്കി ഉണ്ടായില്ല. അതായിരിക്കും കാര്യം. എല്ലാവരും ഡബിങ് തെറിയൊക്കെ മലയാളത്തിൽ കാണാൻ ആദ്യമേ എനിക്കും തോന്നില്ല. ഒന്നാമത് വിജയ് ചെയ്ത് ഇവിടെ അത്രയും ഫാൻസ് ഉള്ള ഒരു പടം ചെയ്യുന്നത് ഇവിടെ കാണാൻ കുറച്ച് ആൾക്കാർ മടിയായിരിക്കും. അവിടെ എനിക്ക് ഇപ്പൊ സൗത്ത് പടങ്ങളൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. OTT ഒക്കെ വന്നോണ്ട് സൗത്ത് പടം എല്ലാവരും കാണും. സൗത്ത് ഈ മൂവിക്ക് എന്തായാലും ഹിന്ദി നല്ല മാർക്കറ്റ് ഉള്ളതാണ്. പിന്നെ എനിക്ക് അവിടെ പക്ഷെ എനിക്ക് പാട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് അതിലെ ആ കുട്ടിയായിട്ടുള്ള പാട്ടും അതെല്ലാം നല്ല രസമായിരുന്നു. അല്ല എന്തുകൊണ്ട് വർക്ക് ചെയ്താ അറിയില്ല. വർക്ക് പക്ഷേ സിനിമ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബിഗ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് പ്രോജക്റ്റ് അല്ല, 2 സിനിമ ചെയ്തിട്ടുണ്ട്. ഇനി അഭിലാഷം എന്ന് പറഞ്ഞിട്ടൊരു പടം റിലീസ് നമ്മുടെ ഷംസു സൈബർ ഡയറക്ട് ചെയ്ത അതിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞ ഈജിപ്ഷ്യൻ പടം അത് പക്ഷെ ഇപ്പൊ എക്സ്ക്ലൂസീവ്ലി ഇവിടെ എനിക്ക് അതൊന്നും ഫെസ്റ്റിവൽസിനാണ് പോണേന്ന് തോന്നുന്നു. ആക്ച്വലി പടത്തിനൊരു മെസ്സിനെ വെച്ച് അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. മെസ്സിയുടെ ഒരു കഥ. അങ്ങനെ മെസ്സിനെ കാണാൻ പോകുന്ന ഫാൻ. അപ്പൊ അതിലൊരു ഇവിടുത്തെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഈജിപ്ഷ്യനിലായിട്ടാണ് ഇറക്കുന്നവർ. ഫെസ്റ്റിവൽസിനായിരിക്കും കൂടുതൽ തോന്നുന്നു. അങ്ങനത്തെ ഒരു മലയാളിയാണ് ക്യാരക്ടർ അതോ? അത് നമ്മുടെ ആക്ട് ലാബിൽ ഒരു പയ്യനെ ചെയ്തേക്കണം. എനിക്കത് പുറത്ത് വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു ന്യൂസ്. എനിക്കാണ് അത് എക്സ്ക്ലൂസീവ് വിട്ടിട്ടില്ല പരിപാടി. അങ്ങനത്തെ ഒരു പരിപാടി അതിലൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇത് രണ്ടാണ് ഇപ്പൊ റിലീസ് ആവുന്നുള്ളത്. ആഡ് മേക്കിംഗ് എന്തെങ്കിലും പരിപാടി അതോ ആക്ടിങ് അല്ല, ആക്ടിങ് മാത്രമേ ഉള്ളൂ പരിപാടി. ആക്ടിങ് അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്? പ്രൊഫഷണലി വേറെ എന്തെങ്കിലും വർക്ക് കൂടെ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ പരിപാടിയില്ല, ഫുൾ ടൈം ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടി. എനിക്ക് ഫാമിലി അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ട് ആവുന്നുണ്ടല്ലേ റീലുകള്? അമ്മയും അത് ആക്ച്വലി കോവിഡ് സമയത്ത് ഇരിക്കുമ്പോ ചെയ്യുന്നവര് അന്ന് ഒരു പരിപാടി. പപ്പയ്ക്ക് പിന്നെ പപ്പയും അഭിനയിക്കാൻ താല്പര്യമുള്ള ആളാ. പപ്പ ഈ അടുത്തൊരു സിനിമയിൽ അഭിനയിച്ചല്ലോ. പപ്പനെ ഞാൻ ആക്ട് ലാബിലേക്ക് വിട്ടല്ലോ. പപ്പ ദുബായിലായിരുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് പണിയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നപ്പോ മമ്മി പറഞ്ഞു അന്നാ ആക്ട് ലാബിലേക്ക് വിടുന്നു പറഞ്ഞു. ഇപ്പൊ മമ്മി ആക്ട് ലാബിലേക്ക് പണിയില്ലാത്തൊരു അപ്പൊ അപ്പക്ക് ഇങ്ങനെ പുള്ളി സംസാരിക്കാൻ ഭയങ്കര കലാപരമായിട്ടൊക്കെ സംസാരിച്ചല്ലേ. അപ്പൊ പുള്ളി ആക്ട് ലാബിലേക്ക് വിട്ടോ, ഞാൻ സജി സാറിനോട് പറയാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെന്നപ്പോ ഞാൻ നോക്കുമ്പോ രാവിലെ 5:30 ഓഡീഷൻ ഓടും. ഞാനിതുവരെ അങ്ങനെയൊന്നും. ഞാൻ ഒരു ദിവസം 8 മണിയായപ്പോ എണീറ്റ് വന്നപ്പോ ഓഡീഷൻ പോയി തിരിച്ചു വന്നേക്കണ്. ഞാൻ നോക്കുമ്പോ എവിടെ മമ്മീനോട് എവിടെ പോയി ഓഡീഷൻ പോയതാന്ന്. ഞാൻ ഓഡീഷനാ. അപ്പൊ എല്ലാ ദിവസവും രാവിലെ അവിടെ ചെന്നാവരെന്ന് വെച്ചാൽ നമ്മളൊരു സർക്കിൾ ഉണ്ടാവും. അപ്പൊ പിന്നെ അവിടെ നിന്ന് ഫ്രണ്ട്സായി ഓഡീഷൻ വിളിക്കും, പരിപാടി അവിടെ പോകുന്നു ഇവിടെ പോകുന്നു. ഞാൻ ഫുൾ ഓഡീഷൻ, അവിടെ ഫുൾ പരിപാടികൾ കാണാൻ പോകുന്നു, പരിപാടി ആക്റ്റീവായി. അങ്ങനെ നോക്കിയപ്പോ ഇപ്പൊ ആ സിനിമയിൽ അഭിനയിച്ചു നമ്മുടെ അഡിഗോസ് അമിഗോസ് എന്ന് പറഞ്ഞിട്ട് ആസിഫ് അലി സ്വരാജ്. ഫസ്റ്റ് ആ ബസ് സ്റ്റോപ്പിൽ ഒരു സീക്വൻസ് ഉണ്ട്, ഒരു യാത്രക്കാരനും ആസിഫ് അലിയും തമ്മിലൊരു മൊബൈൽ സ്റ്റാൻഡകത്തുള്ള ഒറ്റൊരു സീൻ. ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ആ ഇതില്. അപ്പൊ എല്ലാരും വിചാരിച്ച് ഞാൻ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. നീ സിനിമാക്കാരനല്ല, നിനക്കിപ്പോ എന്താ പപ്പയ്ക്ക്? ഞാൻ പറഞ്ഞു ഞാനിത് പറഞ്ഞിട്ടില്ല, ഞാനിത് അഭിനയിച്ചതിന് ശേഷം ഞാൻ അറിയണം. ഒറ്റയ്ക്ക് വന്നവനാടാ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ പുള്ളിയുടെ പ്രിപ്പറേഷൻ കണ്ടിട്ട് ഞാൻ ഞെട്ടി. എന്ന് വെച്ചാൽ വൈകുന്നേരം ഇപ്പൊ ഓഡിഷൻ കിട്ടുകയാണെങ്കിൽ ഫുൾ അതിനുവേണ്ടി ഒരു സ്ക്രിപ്റ്റ് ചെയ്തു, 5 പേജ് അതിരുന്ന് എഴുതി, അത് പെർഫോം ചെയ്ത് അതൊക്കെ ഷൂട്ട് ചെയ്ത് അയക്കണം. അവർക്ക് ജോലി ചെയ്തു വന്നതിന്റെ ഒരു ചിട്ടാന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, കാര്യങ്ങളെ സീരിയസ് ആയി അപ്രോച്ച് ചെയ്യാ. ഞാൻ ഭയങ്കര ഫുൾ എഴുതി പഠിപ്പിക്കുന്ന പരിപാടി. അനിയന്റെ വൈഫ് ഉണ്ട്, അവളെ കൊണ്ട് ഫുൾ സ്ക്രിപ്റ്റ് എഴുതിക്കും. അപ്പൊ ഹിന്ദി പുറത്തായത് കാരണം കുറച്ച് അറിയാവുന്ന പരിപാടി, ഹിന്ദി എല്ലാം അറിയാം. അപ്പൊ ഹിന്ദിയൊക്കെ ഇരുന്ന് ചെയ്ത് അയച്ചു കൊടുക്കണം ഫുൾ. എനിക്ക് നെറ്റ്ഫ്ലിക്സിൽ നിന്നൊരു കോൾ വന്നു. നെറ്റ്ഫ്ലിക്സ് പറ്റിക്കലായിരിക്കും ഇവിടെ. ഞാൻ പറഞ്ഞു അല്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ ആണ് നെറ്റ്ഫ്ലിക്സിൽ നിന്നാണ് കോൾ വന്നേക്കണേ. എന്തോ ഒരു കേരളത്തിലൊരു ക്യാരക്ടറിന് വേണ്ടി ഞാൻ നോക്കുമ്പോ ഫുൾ ഹിന്ദിയൊക്കെ പഠിച്ച് ചെയ്ത് അയക്കുന്നുണ്ട്. അതിലിടപെട്ടില്ല. അതോ ഇത് നമ്മൾ ഓരോരുത്തര് ആരും കൊണ്ട് കൊടുക്കുന്നല്ല, സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ചെയ്യാന്നുള്ള പരിപാടിയല്ല. അല്ല ആളാന്നാലും അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ ഇറങ്ങി എന്ന് പറയുന്നത്. ഞാൻ നോക്കിയപ്പോ ഈ പ്രായത്തില് ഇത്ര ആഗ്രഹം. ഞാൻ ഇതൊരു 5:30 സത്യം പറഞ്ഞ ഓഡിഷൻ ഞാൻ 5:30 പോയിട്ടില്ല. പുള്ളിക്ക് ഫസ്റ്റ് കൊടുത്ത് എന്താ വെച്ചാൽ ആ ഒരു ഇതിൽ ചെന്ന് ചെയ്ത് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഓഡിഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പൊക്കോളാൻ പറഞ്ഞു. അത് കേട്ടില്ല, പുള്ളി വിളിച്ചില്ല. പുള്ളി എന്ത് ചെയ്ത് നേരെ അവിടെ പോയിട്ട് പുള്ളിയുടെ ക്യൂവിൽ നിന്ന് രജിസ്റ്റർ ചെയ്തിട്ട് പുള്ളി പോകുന്നത്. അങ്ങനെയുള്ളത് വേണ്ട, അങ്ങനത്തെ പരിപാടി വേണ്ട. ഞാൻ പറഞ്ഞു വിളിച്ചില്ല. ഞാൻ പുള്ളി മറ്റേ ഇതിൽ തന്നെ ഫസ്റ്റ് വരുമ്പോ എന്തായാലും ഓഡിഷൻ എടുക്കില്ല. അറിയുന്ന ആളാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ 2-3 ആളില് കയറ്റി വിടുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അത് ചെയ്തില്ല. ഞാൻ വിളിച്ചില്ല. അപ്പൊ അവൻ എന്നെ വിളിച്ചിട്ട് ഞാനിവിടെ കാത്തിരുന്നിട്ട് നിന്റെ പപ്പ എന്ത് പണി കാണിച്ചത്? ഞാൻ പറഞ്ഞു വിളിച്ചില്ല. ഞാൻ നോക്കിയപ്പോ തിരിച്ച് പപ്പ ഇവിടെ എത്തുകയും ചെയ്തു. ഓഡിഷൻ കൊടുത്തു. അപ്പൊ മനസ്സിലായി. അങ്ങനത്തെ സിബ്ലിങ്സ് ഒരാളേ ഉള്ളൂ, അനിയനുണ്ട്. അവര് പുറത്താണ്, 2 ആണുങ്ങൾ മാത്രം. ഇനി പുള്ളിയെ കൂടെ സിനിമയിൽ എത്തിച്ച അമ്മയെ കൂടെ എത്തിച്ചു കഴിഞ്ഞാൽ ഒരു ഫുൾ ഫാമിലി ആയിട്ട്. അമ്മ റീലൊക്കെ ചെയ്യാറില്ലേ? ഇവന്റെ റീല് ഞാൻ കോവിഡ് സമയത്ത് ഇതേപോലെ വെറുതെ ഇരുന്നപ്പോ റീല് ചെയ്യിപ്പിച്ച നാച്ചുറലി എടുക്കുമ്പോ ഒരു സംഭവങ്ങൾ കിട്ടൂല. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ എടുക്കാറുണ്ട്. പക്ഷെ അഭിനയിക്കണോന്ന് പറഞ്ഞിട്ട് പിടിച്ച് മുന്നിരുത്തി കഴിഞ്ഞാൽ പിന്നെ കൈയും കാലൊക്കെ വിറച്ച് പിന്നെ അവസാനം സീനതല്ല. ഇപ്പൊ 2 ആക്ടേഴ്സ് ഉള്ള അടിയാവും. ഞാനും പപ്പയുണ്ട് മമ്മിയുണ്ട്. അപ്പൊ മമ്മി ഞാൻ ഇങ്ങനെ ചെയ്താൽ പപ്പ പറയും അങ്ങനെയല്ലടി ഇങ്ങനെ ചെയ്യടി എന്ന് പറയും. അപ്പൊ മമ്മിയുടെ പിണക്കും കരച്ചിൽ നടക്കും, അടിയാവും. അവസാനം പിന്നെ ഞാനത് സോളാം. അപ്പൊ നിങ്ങൾക്ക് അല്ലെങ്കിലും ഓരോ ദിവസം ഇതേപോലെ എന്റെ ഫോട്ടോഗ്രാഫർ വന്നിട്ട് ചിരി ശരിയാവുള്ളതെന്ന് പറഞ്ഞ അടി തുടങ്ങി. എന്റെ പൊന്നോ. അവസാനം ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് റീല് ഷൂട്ട് ചെയ്യണ്ട, നമുക്ക് ഇന്ന് നാളെ ഷൂട്ട് ചെയ്യാം. അനിയൻ ഇപ്പൊ UK. നിങ്ങൾ 3 മാത്രമേ വീട്ടിലുള്ളൂ? അല്ല നിന്നെ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നില്ലേ? നിർബന്ധിക്കാറൊക്കെ ഉണ്ട്. എന്ത് പറഞ്ഞാ ഒഴിഞ്ഞു മാറുന്നത്? അല്ലെ എനിക്ക് ഫുൾ എപ്പോഴെങ്കിലും കല്യാണം കഴിച്ചോ എന്നുള്ളൊരു തന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ബ്രദറിന്റെ പ്രഷർ തന്നിരുന്നത് ഇപ്പൊ അനിയന്റെ കല്യാണം നടക്കണേന്റെ സമയത്തായിരുന്നു ഭയങ്കര പ്രഷർ. അവൻ ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ ചേട്ടൻ നിൽക്കുമ്പോൾ അനിയൻ കല്യാണം കഴിക്കണ്ട. അപ്പൊ ഇവര് വിചാരിച്ചു ഇവന് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല, അവരെ കെട്ടിക്കോ. ഒരു കൊല്ലം അവൻ വെയിറ്റ് ചെയ്ത്.
അപ്പൊ ലവ് മാരേജ് ആണ്. നീ കെട്ടണ്ട സീനില് ഞാൻ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ കെട്ടാം, ഞാൻ വേറൊരു കാര്യത്തിന്റെ പുറകെയാണ്. അപ്പൊ വേറെ നിനക്ക് വേണമെങ്കിൽ ഇപ്പൊ കെട്ടാം, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ കല്യാണമൊക്കെ. അപ്പൊ ആൾക്കാർ എന്നെയാണ്, എനിക്കറിയില്ലായിരുന്നു, ഞാൻ കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കാത്ത ആ സമയത്ത് ഒന്നും ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ കല്യാണമൊക്കെ ആലോചിച്ച് പറഞ്ഞപ്പോ വീട്ടിൽ വൈകുന്നേരം വന്നപ്പോ കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുമല്ലോ, എല്ലാരും അരുണിന്റെ കാര്യമായിരുന്നു പറഞ്ഞോണ്ടിരിക്കുന്നത്. അവൻ എന്ത് ഹാപ്പി ആയിട്ടാണ് ഈ കല്യാണം കൂടിയ. അങ്ങനെ ഇല്ലല്ലോ, അതായത് എല്ലാരും വിചാരിക്കും പോ അനിയന്റെ കല്യാണ സമയത്ത് ഇവന് ഭയങ്കര വിഷമമൊക്കെ ആയിരിക്കും. എന്റെ മനസ്സിലതേയില്ല, ഞാനിവിടെ വേറെ ഏതോ കൂട്ടുകാരുടെ കല്യാണത്തിന് പോലെ ഫുൾ എൻജോയ് ചെയ്തിട്ട് വന്നു. ഞാൻ അങ്ങനെ അനീസിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ചേട്ടന്റെ അനിയന്റെയും കല്യാണം കഴിഞ്ഞു. അനിയന്റെ കല്യാണം ഞാനാണ് മുൻകൈ എടുക്കുന്നത്. അത് ഞാൻ വേറെ മൂടൊന്നുമില്ല, നമ്മള് വേറെ കല്യാണത്തിന് കൂടുന്നു വരുന്നു എന്നല്ലാണ്ട് എന്റെ ആ സമയത്ത് കല്യാണം ചിലവിധ കല്യാണം അപ്പ കഴിക്കണമെന്നുള്ളവർക്ക് വിഷമം ഉണ്ടാവുമായിരിക്കും കേട്ടോ. പിന്നാലെ നടക്കണ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോകുന്നു. ഓക്കെ, അപ്പം ജോണിന്റെ രക്ഷപ്പെട്ട കൂട്ടുകാരുടെ കൂട്ടത്തിൽ അരുൺ സണ്ണിയുടെ പേര് ആഡ് ചെയ്തിരിക്കുകയാണ്. രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾ ട്രാക്കിലാണല്ലോ. എങ്ങനെ പോണേന്നൊരു ഐഡിയ ഉണ്ടല്ലോ, എന്റെ കുറെ കൂട്ടുകാർക്ക് അതില്ല. പോണേന്നറിയാത്ത കുറെ കൂട്ടുകാരുണ്ട്. വരയിട്ട് അപ്പുറത്ത് 5-6 പേര് ഇപ്പുറത്തുള്ളൂ. അതില് അരുൺ സണ്ണി ഞങ്ങൾ ഇട്ട് ഇപ്പുറത്തെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. എനിക്ക് ബിടെക് ഡിഗ്രി ഉണ്ട്. IIT കഴിഞ്ഞിട്ട് ശരിക്കും IIT കഴിഞ്ഞിട്ട് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി മാനേജ് ചെയ്യാൻ വേണ്ടി വന്നതാ, ഞങ്ങളെ മാനേജ് ചെയ്ത് നന്നാക്കാൻ വന്നതാ. എന്നിട്ട് ഞങ്ങള് തകർന്നല്ലാതെ ഞങ്ങള് വിചാരിച്ചൊരു IIT-കാരൻ വരുമ്പോഴെങ്കിലും രക്ഷപ്പെടുന്നു. ഒന്നും കാണാനില്ല. IIT-യോടുള്ള ബഹുമാനം പോയിന്നല്ലാണ്ട്. എന്തായാലും അരുൺ സണ്ണി ഒരു പ്രൊജക്ട് വരുമ്പോൾ ജോണുമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്തിട്ട്, നിങ്ങൾ ഇതുവരെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ലല്ലോ? ഞങ്ങൾ തീർച്ചയായിട്ടും ഒരുമിച്ച് വർക്ക് ചെയ്യും. ഞങ്ങൾ അതിന്റെ ചില പ്ലാനുകൾ കോമ്പറ്റീഷൻ നമ്മള് എല്ലായിടത്തും ഉണ്ട്, പക്ഷേ കൂട്ടിമുട്ടിയിട്ടില്ല. ഞങ്ങൾ ഓഡിഷൻ കൊടുക്കുന്ന കുറെ പ്രോജക്റ്റ് പറഞ്ഞപ്പോ കുറെ എണ്ണമുണ്ട്. ഒരു ഇത് വരുമ്പോ ഓഡിഷൻ അറിയാലോ, എല്ലാരും ഈ പറഞ്ഞ 200 ഭയങ്കര നമ്പറല്ലേ. പണ്ട് നേരിട്ട് വിളിക്കായിരുന്നു, ഇപ്പൊ വാട്സപ്പ് ആയപ്പോ ഒരു കോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ 1000 കണക്കിനാണ്, ഒറ്റയടിക്ക് ഒന്നാമത് സ്പാം ആവും മെയിലാണെങ്കിൽ. പിന്നെ വാട്സപ്പ് ഇതിൽ നോക്കി വരണം നമ്മുടെ ഇത് ആരാണ് നോക്കുന്നത്, ഓഡിഷൻ പ്രോസസ്. പിന്നെ അറ്റൻഡ് ചെയ്യാൻ എത്ര ആളുണ്ട് നമ്മുടെ ക്ലാബിൽ നിന്ന് തന്നെ 3 മാസം കൂടുമ്പോ 50 ആളെ ഇറങ്ങുന്നുണ്ട്. അതായത് മറ്റേ പുറത്തുള്ളപ്പോ മുംബൈ അവിടത്തെ കാസ്റ്റിംഗ് ഇടുമ്പോ തന്നെ ഫസ്റ്റ് 1 hour പരിപാടി തീരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഓൾ ഇന്ത്യ വന്നു കഴിഞ്ഞു. ഇത് ഫസ്റ്റ് കാണുന്നവൻ ആരാണോ അവൻ കയറും എന്നുള്ളൊരു അവസ്ഥയാണ്. ഞാൻ ഒരു ദിവസം 6 ഓഡിഷനൊക്കെ അയച്ചിട്ട് അപ്പൊ ഞാൻ ദൈവമേ ഇന്ന് ഇന്ത്യയിൽ മൊത്തം എന്നെയുള്ള ആവശ്യം. അന്ന് തമിഴും മലയാളം അങ്ങനെ ഓരോ സ്ഥലത്തും നമുക്ക് വരും. ഒന്നാമത് ഇതും വട്ടാക്കുന്ന ആൾക്കാരുണ്ട്. വെച്ച് കഴിഞ്ഞാൽ പ്രൊമോഷൻ പോലെ നമ്മളെ കൊണ്ട് ഫുൾ ഓഡിഷൻ ചെയ്യുന്നവരും ഉണ്ട്, അല്ല പ്രൊഫഷണലി ചെയ്യുന്നവരും ഉണ്ട്. ചുമ്മാ കുറെ ഫോർവേഡ് അയച്ചിട്ട് സാർ ഇത് ചെയ്ത് അയക്കണം. നമ്മുടെ സമയം കണ്ടെത്തി ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് അയച്ചു കൊടുക്കും, പിന്നെ അതിനൊരു റിപ്ലൈ ഉണ്ടാവില്ല. അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടാവും. നമ്മൾ കുറച്ച് കോൾഗേറ്റ് കുറെ ആഡുകൾക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഓഡിഷൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കോൾഗേറ്റ് നീ എടുത്തിരുന്ന കിറ്റ്കാറ്റിന് എന്തായിരുന്നു മറ്റേ ബെഞ്ചിന്റെ അടി കൂടെ ഒക്കെ വന്നിട്ട് മറ്റേ വരുന്നവൻ ആരാ, പിന്നെ സാരി ഒരു സാരി കടയുടെ അത് മൃണാൾ ഠാക്കൂറിന്റെ പരിസരം ഓഡിഷൻ വീഡിയോ ഇറക്കിയിട്ടല്ല. ചിലത് ഓഡിഷൻ മാത്രം ഇങ്ങനെ അയച്ചിട്ടുണ്ട്. ഓരോ കമ്പനിയിൽ ഇതുവരെ ഓഡിഷൻ മാത്രമേ ഇതുവരെ വിളിച്ചിട്ട് പോലും അവിടെ ഓഡിഷൻ മാത്രം ചോദിച്ചു. ഓഡിഷൻ കൊടുക്കുന്നു ഇത്ര ആൾക്കാരുടെ അവിടെ പ്രസന്റ് ചെയ്യണമെന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു കഥ കേട്ട ആക്ച്വലി, അതായത് ഇത്ര ഓഡിഷൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇത്ര ഒരു എമൗണ്ട് ഉണ്ട്. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കേൾക്കുന്നത് സത്യമാണോ? ഇപ്പൊ നമ്മളൊരു കമ്പനി ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ചു, ഇപ്പൊ നിങ്ങൾ 100 ആളുടെ പ്രൊഫൈൽ കൊണ്ടുപോകാം. അപ്പൊ 100 ആളെ ചെയ്യിപ്പിച്ച് ആ പ്രൊഫൈൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത്ര പേയ്മെന്റ് ഉണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നു, സത്യമാണോ എന്ന് അറിയില്ല. ആ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അവര് അല്ലെങ്കിൽ റാൻഡംലി ആ ഒരു, പക്ഷെ അവിടെ എനിക്ക് ആക്ച്വലി 1983 എന്ന് പറഞ്ഞ സിനിമയില്ലേ, അല്ലല്ല മറ്റേ 1983 ഹിന്ദിയുടെ കപിൽ ദേവിന്റെ അപ്പൊ രൺവീർ സിംഗിന്റെ. അപ്പൊ എനിക്ക് ഇതേപോലെ മുകേഷ് ചബ്ര കാസ്റ്റിംഗ് ഭയങ്കര ഒരു ഫേമസ് ആണ്. ഇവിടെ നിന്ന് എനിക്ക് കോൾ വന്നിരുന്നു. അപ്പൊ ആക്ച്വലി രൺവീർ സിംഗിന്റെ ഒപ്പം ഒരു ക്യാരക്ടർ ഉണ്ട്, ഓഡിഷൻ ചെയ്യണം. ചേട്ടാ എനിക്ക് ഹിന്ദി അറിയില്ല, വെച്ച ഞാൻ ചോദിച്ചാൽ പറ്റിക്കണേന്ന് പറഞ്ഞിട്ട് ചേട്ടാ എനിക്ക് ഹിന്ദി അറിയില്ല സോറി എന്ന് പറഞ്ഞു. ഓക്കെ അരുൺ വിൽ ട്രൈ നെക്സ്റ്റ് ടൈം എന്നൊക്കെ പറഞ്ഞ് വെച്ച് പോയി.
ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ കൂടെ അഭിനയിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അപ്പൊ അവൾ ഇതിൽ അഭിനയിച്ചേക്കണ്. അപ്പൊ അവള് സ്കോട്ട്ലാൻഡിൽ മറ്റേ ആ സിനിമ കണ്ടിരുന്ന സ്കോട്ട്ലാൻഡിൽ മറ്റേ ക്യാപ്റ്റനും ഇതിനും കൂടി പോകുമ്പോ ഒരു പെൺകുട്ടിയില്ലേ കുക്കൊക്കെ ചെയ്തു കൊടുത്തിട്ട് നാണമൊക്കെ കാണിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് അതിൽ. അപ്പൊ ഈ സിനിമ കണ്ടപ്പോ ഞാൻ ഞെട്ടി, ഇവിടെ ഈ സിനിമയില് ഞാൻ അപ്പൊ തന്നെ നമ്പർ എടുത്ത് വിളിച്ച് എനിക്ക് ഇതേപോലെ മുകേഷ് ചബ്രയുടെ അടുത്ത് കോള് ആ കോള് വന്ന് വിളിച്ചു. ഞാൻ ഒരാഴ്ച സ്കോട്ട്ലാൻഡിലായിരുന്നു ആ ഷൂട്ടിന്. ഞാനേ അന്ന് വന്ന കോൾ ഒറിജിനലായിരുന്നല്ലേ. ചിലപ്പോ ടീമില് ശ്രീകാന്തായിട്ടൊക്കെ അഭിനയിക്കാൻ വിളിച്ചതായിരിക്കും. അതിൽ ആക്ച്വലി മൊട്ടയടിച്ചിട്ട് ഒരു ക്യാരക്ടർ ഉണ്ട്, മറ്റേ കീപ്പർ, എനിക്ക് തോന്നുന്നു. അപ്പൊ അവര് ഇവർക്കൊരു ഡാറ്റാബേസ് ഉണ്ട്, ലുക്ക് ഒത്തുങ്ങനെ എല്ലാവർക്കും ഇവരയക്കും. അപ്പൊ ഇവരിൽ ഓൾറെഡി എന്റെ ഡാറ്റാബേസ് ഉള്ള കാരണം എനിക്ക് പിന്നെ എനിക്ക് അവിടുന്ന് കോൾ വന്നപ്പോ ഇത് ഒറിജിനൽ മനസ്സിലാച്ചു. പിന്നെ അവരുടെ ഒരു നെറ്റ്ഫ്ലിക്സിന്റെ ഇതേപോലെ എന്തോ ഒരു ഷോ അങ്ങനത്തെ ഇതിനൊക്കെ അവർ ഓടിച്ചു. അപ്പൊ അവർക്കൊരു ഡാറ്റാബേസ് ഉണ്ട്, കറക്റ്റ് ആ ഇതിലേക്ക് എല്ലായിടത്തും പോകും. പിന്നെ എനിക്ക് മനസ്സിലായി സിനിമ ഇറങ്ങി റിലീസായി കഴിഞ്ഞാൽ മനസ്സിലായി ഇത് ഒറിജിനൽ കോളായിരുന്നു. ഞാൻ ആ സമയത്ത് രൺവീർ സിംഗിന്റെ ഒപ്പം അഭിനയിക്കാൻ വിളിച്ചു. ഓക്കെ, അങ്ങനെ ബിഗ് കോൾസ് ഒക്കെ വരട്ടെ അതുപോലെ. പക്ഷെ അത് കട്ട് ചെയ്യാതിരിക്കുക. ജോൺ, നിങ്ങൾ ഒന്നിച്ചുള്ള എന്തെങ്കിലും പ്രൊജക്ട്സ് വരട്ടെ. നമ്മളെല്ലാവരും പറയാൻ വിട്ടുപോയത് ആക്ച്വലി നമ്മൾ പ്ലാനിങ്ങിലാണ്. മറ്റേ ഇൻഡസ്ട്രിയിൽ ഒരു കോലുകളൊക്കെ ഉണ്ടാക്കും. ഇവരുടെ കൂട്ടായ്മയാണ്. ഓക്കെ, ഓൺ ദാറ്റ് നോട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. ആൻഡ് സണ്ണി, താങ്ക്സ് ഫോർ കമ്മിങ്. ജോൺ ജായിട്ടുള്ള കൂട്ട് അവസാനിപ്പിക്കുക. നിങ്ങൾ രക്ഷപ്പെടാം.